بسم الله الرحمن الرحيم الحمد لله رب العالمين غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير وأشهد أن سيدنا وإمامنا وأسوتنا وقائدنا محمد بن عبد الله ورسوله البشير النذير والسراج المنير الذي أدى الأمانة وبلغ الرسالة ونصح للأمة وعبد ربه حتى يأتيه اليقين وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك ومن ضل ولا يضر إلا نفسه ولن يضر الله شيئا نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് നമസ്കാരത്തിന് വേണ്ടി പിന്നിൽ അണിനിരക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവരുടെ മനസ്സിൽ തട്ടുന്ന ഒരു വർത്തമാനം പറയാറുണ്ടായിരുന്നു. സൊല്ലു സ്വലാത്ത മുവദ്ദിഅ, ഈ ദുനിയാവിൽ വെച്ച് ഒരു വേള നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന അവസാനത്തെ ജമാഅത്ത് നമസ്കാരമാണ് നിങ്ങളിപ്പോൾ നമസ്കരിക്കാൻ പോകുന്നത് എന്ന വികാരവായ്പോടുകൂടി നിങ്ങൾ ഈ നമസ്കാരത്തെ ഉപയോഗപ്പെടുത്തണം, നമസ്കാരം നിർവഹിക്കണമെന്ന് എന്നോടും സഹോദരിമാരോടും സഹോദരന്മാരോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ റമദാൻ ഒരു വേള എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കുമെന്നും ഇനിയൊരു വേള റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാപങ്ങൾ പൊറുപ്പിക്കുവാനും സ്വർഗം നേടിയെടുക്കുവാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാനും അവസരം ലഭിക്കാത്തവരായി നാം മാറിയേക്കാം എന്ന മാനസികാവസ്ഥയോടുകൂടി ഈ റമദാനിനെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഫീ കുല്ലി യൗമിൻ ലനാ മൈതുൻ നുശയ്യിഉഹു നറാ ബിമസ്റഹി ആസാറ മൗതാന. ഓരോ ദിവസവും കഫം പുടവ ധരിപ്പിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ ശരിയാക്കിക്കൊണ്ട് ഫ്ലൈറ്റുകളിൽ നമ്മൾ മയ്യത്തുകളെ നാട്ടിലേക്ക് അയച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലൈറ്റിൽ കൂടെ യാത്ര ചെയ്യുന്നവൻ പോലും ആലോചിക്കുന്നില്ല, ഞാനും ഒരു നാൾ ഇതേപോലെ സർട്ടിഫിക്കറ്റുകൾ ശരിയാക്കിയതിന് ശേഷം വിമാനത്തിൽ ടിക്കറ്റ് എടുക്കപ്പെട്ട് പാർസൽ ചെയ്യപ്പെട്ട് നാട്ടിലേക്ക് വിടപ്പെടേണ്ടവനാണ് എന്ന ചിന്ത നമ്മിൽ ഓരോരുത്തരെയും പിടികൂടാറില്ല എന്നാണ് കവി പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ റമദാൻ മുമ്പിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നാം ഓരോരുത്തരും സന്തോഷത്തിലാണ്. നമ്മൾ ഓരോരുത്തരും റമദാനിനെ കാത്തിരിക്കുകയാണ്. ഈ റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. കാരണം കഴിഞ്ഞ വർഷവും നോമ്പ് നോറ്റവരാണ് നമ്മിൽ പലരും. കഴിഞ്ഞ വർഷം നോമ്പെടുത്ത ശേഷം ഒരു മാസക്കാലത്തെ ദീർഘമായ വ്രതാനുഷ്ഠാനാനന്തരം വീണ്ടും 11 മാസം ജീവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. വീണ്ടും ഒരു റമദാൻ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ കഴിഞ്ഞ വർഷത്തെ റമദാൻ പോലെയല്ല ഈ വരാനിരിക്കുന്ന റമദാനിനെ ഞാൻ വരവേൽക്കുക എന്ന തീരുമാനം ഞാനും നിങ്ങളും ഓരോരുത്തരും എടുക്കേണ്ടുന്ന സന്ദർഭമാണിത്.
മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ലോക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്ക് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മത്ത് മുസ്ലിമ. ഈ നഷ്ടങ്ങളെ മുഴുവൻ വീണ്ടെടുക്കുവാനും, മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട ഇസ്സത്ത് വീണ്ടെടുക്കുവാനും മുസ്ലിം ലോകത്തിനും, മതാത്മകത സമൂഹത്തിൽ പെരുകുമ്പോൾ ആധ്യാത്മികത അതിനിടയിലൂടെ ചോർന്നു പോകുന്ന വൈരുദ്ധ്യത്തിൻ്റെ പരിഹാരം കാണുവാനും ഈ റമദാൻ മാസത്തിലെ ദിനരാത്രങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയേ തീരൂ. മുസ്ലിം ഉമ്മത്തിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളിലും മതാത്മകത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആരാധനകളോടുള്ള അഭിനിവേശത്തിൻ്റെ വിഷയത്തിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ താല്പര്യങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മതസ്ഥാപനങ്ങളും മതകലാലയങ്ങളും മതത്തിൻ്റെ ആരാധനാ മന്ദിരങ്ങളും എണ്ണത്തിൽ പണ്ടത്തേക്കാൾ കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോഴും ഈ മതങ്ങളും തത്വശാസ്ത്രങ്ങളും വേദഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്ന നന്മകൾ നേടിയെടുക്കുന്ന വിഷയത്തിൽ അതാത് മതത്തിൻ്റെ ആളുകൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പൊതുവിൽ സമൂഹവും, മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും നിർവഹിച്ചിട്ടും മുസ്ലിം സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്നും നാം ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. റമദാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ് എന്ന് ഭാഷാശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. റമല, എർമലു, റമലാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നതാണ്. ദുഹാ നമസ്കാരത്തിൻ്റെ സമയത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ഹൈന തർമിലുൽ ഫിസാൽ, ഒട്ടകത്തിൻ്റെ കുട്ടി ചൂട് സഹിക്കാൻ സാധിക്കാതെ ഒട്ടകത്തിൻ്റെ അമ്മയുടെ അരികിലേക്ക് ചേർന്നൊട്ടി നിൽക്കുന്ന ആ അവസ്ഥാവിശേഷം ഉണ്ടാകുന്ന സമയമാണ് ദുഹാ നമസ്കാരത്തിൻ്റെ സമയം എന്ന് പഠിപ്പിക്കപ്പെട്ടു. സൂര്യൻ കത്തി നിൽക്കുന്ന സമയം. ഇതേപോലെ അറബികൾ റമദാൻ മാസത്തിന് ഈ മാസങ്ങൾക്ക് പേരിട്ട സന്ദർഭങ്ങളിൽ ഏറ്റവും ചൂട് കൂടിയ മാസത്തിലായിരുന്നു റമദാൻ എന്നതുകൊണ്ട് അന്നങ്ങനെ പേരിട്ടു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ റമദാൻ എന്ന് പറയുന്ന ഈ വാക്കിന് ആലങ്കാരികമായി മറ്റൊരർത്ഥം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പരിശുദ്ധ റമദാൻ മാസത്തിലെ ദിനരാത്രങ്ങളിൽ ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും വല്ലവരും നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും കരിച്ചു കളയപ്പെടും. അവൻ്റെ മുഴുവൻ പാപങ്ങളും കഴുകി വൃത്തിയാക്കപ്പെടും. അവൻ്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. റമദാൻ മാസത്തിലെ രാത്രികളിൽ ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും വല്ലവരും തറാവീഹ് നമസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ലൈലത്തുൽ ഖദറിൻ്റെ മഹത്തായ രാത്രിയിൽ വല്ലവരും എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും. പാപങ്ങളുടെ മുകുളങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ അള്ളിപ്പിടിച്ച് വളർന്ന് വികസിച്ച് ഹൃദയം രോഗാതുരമായിരിക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് ഈ റമദാനാകുന്ന അസുലഭാവസരം നമ്മുടെ മുമ്പാകെ വന്നെത്തി നിൽക്കുന്നത്. റമദാൻ മാസത്തിലെ ഈ ആത്മീയമായ റേഡിയേഷനിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ അള്ളിപ്പിടിച്ച് വളരുന്ന ഈ ക്യാൻസർ മുകുളങ്ങളെ, ഈ പാപ മുകുളങ്ങളെ കരിച്ചു കളയുവാൻ ഈ റമദാൻ മാസത്തിലൂടെ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഈ പേര് തന്നെ നമ്മോട് ആവശ്യപ്പെടുന്നു. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അനുയായികൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരുന്നു. അതുപോലെ നിങ്ങൾ മുത്തഖികളായിത്തീരാൻ വേണ്ടി. പരിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലെ ലക്ഷ്യം തഖ്വയാണ് എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്താണ് തഖ്വ? ആരാണ് മുത്തഖി? മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ഇനിയും അർത്ഥം മനസ്സിലാക്കാൻ ബാക്കിയിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക പദമാണ് തഖ്വയും മുത്തഖിയും. ആരാണ് മുത്തഖി? എന്താണ് തഖ്വ എന്ന് മുസ്ലിം ഉമ്മത്തിന് ശരിയായ അർത്ഥത്തിൽ ഇനിയും വിദ്യാഭ്യാസം ചെയ്യപ്പെടേണ്ടതായിരിക്കുന്നു എന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന റമദാൻ മാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന നമസ്കാരങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്ന ഹജ്ജ് കർമ്മങ്ങളും സക്കാത്തുകളും നോമ്പുകളും ഒക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് തഖ്വ? ആരാണ് മുത്തഖി? പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു.
മുഴുവൻ ആരാധനാകർമ്മങ്ങളും നിർബന്ധമാക്കിയിരിക്കുന്നത് വിശ്വാസികളായ ആളുകളെ മുത്തഖികളാക്കി തീർക്കാൻ വേണ്ടിയാണ് എന്ന്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി തീരുവാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ ആരാധനകളുടെ ലക്ഷ്യം പഠിപ്പിച്ചത് തഖ്വ നേടിയെടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള മാർഗം മാത്രമാണ് ആരാധനകൾ. പക്ഷേ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എൻ്റെ പെങ്ങൾക്ക് ഒരു കല്യാണം അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഞാനൊരു പുതിയാപ്പിളയെ തിരയുമ്പോൾ പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറുള്ളത് അയാൾ നമസ്കരിക്കാറുണ്ടോ എന്നതാണ്, അയാൾ നോമ്പ് നോൽക്കാറുണ്ടോ എന്നതാണ്, ആ കുടുംബത്തിലെ ആളുകൾ ഹജ്ജ് ചെയ്യാറുണ്ടോ എന്നതാണ്, ആ കുടുംബം സക്കാത്ത് കൊടുക്കാറുണ്ടോ എന്നതാണ്. പക്ഷേ ഈ നമസ്കാരത്തിലൂടെ, ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ, ഈ ഹജ്ജ് നിർവഹണത്തിലൂടെ, ഈ സക്കാത്ത് ദാനത്തിലൂടെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ലക്ഷ്യം വെച്ചിരിക്കുന്ന തഖ്വ നേടിയെടുക്കുന്നതിൽ ഈ പുതിയാപ്പിളയും പുതിയാപ്പിളയുടെ വീട്ടുകാരും എവിടെ നിൽക്കുന്നു എന്ന ആലോചന പലപ്പോഴും നമ്മൾ നടത്താറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സിലാക്കിയത് നമസ്കരിക്കുന്നവനാണ് വിശ്വാസി, നമസ്കരിക്കുന്നവനാണ് മുത്തഖി. നമസ്കാരം നിർവഹിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്തിട്ടുള്ള ഒരു മുത്തഖി. ഇതാണ് മുത്തഖിയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലെ ധാരണ. അതുകൊണ്ട് ഈ മാർഗങ്ങളെ പ്രധാനമായി കാണുകയും ഈ മഹത്തായ ഈ ആരാധനാകർമ്മങ്ങളിലൂടെ അള്ളാഹു നിശ്ചയിച്ച ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ ഈ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്ന ആലോചന പലപ്പോഴും നമ്മൾ നടത്താതിരിക്കുകയാണ് പതിവ്. നമസ്കാരം എന്ന് പറയുന്ന കർമ്മം, ഈ കർമ്മമാണ് സ്വർഗം നേടിയെടുക്കുവാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന മഹത്തായ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട സ്തംഭമാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, തിരുസുന്നത്ത് നമ്മെ പഠിപ്പിച്ചു. ഇതേ നമസ്കാരം ആണ് ഖിയാമത്ത് നാളിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യമായി വിചാരണക്കെടുക്കുക എന്നും, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരാളുടെ വിചാരണയിൽ അയാൾ വിജയിച്ചാൽ ഇതര കർമ്മങ്ങളെ സംബന്ധിച്ച വിചാരണ നടത്തപ്പെടാതെ ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുമ്പോൾ ഈ നമസ്കാരം എത്രമാത്രം പ്രാധാന്യമേറിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതേ നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, സ്വർഗം നേടിയെടുക്കുവാൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന നമസ്കാരം എന്ന് പറയുന്ന കർമ്മം തന്നെ നരകം നേടിയെടുക്കുവാൻ ഇടയാക്കുന്ന ഒരു കർമ്മമായി അധപ്പതിക്കാൻ ഇടയുണ്ട് എന്ന് കൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നരകം. നമസ്കരിച്ച് നരകത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗത്തെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് നമസ്കാരം, എന്താണ് ആരാധനാകർമ്മങ്ങൾ എന്നീ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന കർമ്മം നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും 3 പ്രാവശ്യം മിനിമം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാണ് സഹോദരന്മാരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ വിശപ്പ് അടങ്ങിക്കിട്ടണം, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കണം. ഇതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഭക്ഷണം എടുക്കുകയും ഉരുളയാക്കുകയും വായലിടുകയും ചവച്ചരക്കുകയും അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ഇറക്കുകയും ചെയ്യുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുക. ഇതാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഏർപ്പാട്. എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കുവാൻ, വിശപ്പ് മാറുവാൻ. ഈ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത്. നല്ല പ്രോട്ടീനുള്ള, നല്ല മാംസ്യമുള്ള, നല്ല വിറ്റാമിനുള്ള, പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരുവൻ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഈ പ്രക്രിയയെ പ്രധാനമായി കാണുകയും അവൻ ഈ സമീപനത്തിലൂടെ ഭക്ഷണത്തിന് നേരെ ഒരു പ്രത്യേക മാനസികാവസ്ഥ വെക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ പരിശോധിച്ച് നോക്കണം. എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഭക്ഷണം കഴിക്കൽ മുഖ്യമായി കണ്ടുകൊണ്ട് ഒരുത്തൻ കുറച്ച് മണ്ണെടുക്കുകയും ഉരുളയാക്കുകയും വായിലിടുകയും ചവച്ചരക്കുകയും ചെയ്ത് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ഇറക്കിക്കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുന്നു, എൻ്റെ വിശപ്പ് മാറും, എൻ്റെ ശരീരം വളരെ ഉഷാറായി നിലനിൽക്കും എന്നാരും കരുതാറില്ല. മറ്റൊരുവൻ ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന പ്രക്രിയയെ പ്രധാനമായി കണ്ടുകൊണ്ട് നല്ല പ്രോട്ടീനുള്ള, നല്ല വിറ്റാമിനുള്ള, പോഷകമൂല്യങ്ങളുള്ള ഭക്ഷണമെടുത്ത് ആമാശയത്തിലേക്ക് ഇറക്കിക്കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഞാൻ നിർവഹിച്ചിരിക്കുന്നു. ഇനി ഭക്ഷണത്തിൻ്റെ ഭാരം താങ്ങി നടക്കാൻ ഞാൻ സന്നദ്ധനല്ല. ഉടനെ വായിൽ കൈയിട്ടുകൊണ്ട് ആ ഭക്ഷണം അപ്പടി അവൻ പുറത്തേക്ക് ഛർദ്ദിച്ചു കളഞ്ഞാൽ ഇവനും ഭക്ഷണം കഴിച്ചതിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ഉദാഹരണം എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വെച്ചത് നമ്മുടെ ആരാധനാകർമ്മങ്ങളുടെ നിർവഹണം
പലപ്പോഴും ഇങ്ങനെയായി പോകുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. നമ്മുടെ നമസ്കാരങ്ങളുടെ പല ഉദാഹരണവും ഇങ്ങനെയായി മാറുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. നമ്മുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ സാധാരണ രീതികൾ ഇങ്ങനെയായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച ശേഷവും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാത്തത് എന്താണ് നമ്മൾ പരിതപിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിൽ വ്രതാനുഷ്ഠാനം കാര്യമായ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്ന് മുസ്ലിം സമൂഹത്തിലെ ഉലമാക്കൾ, പണ്ഡിതന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കം മിൻ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ളമ വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയെത്ര നോമ്പുകാരാണ്, എത്രയെത്ര നോമ്പനുഷ്ഠിക്കുന്ന ആളുകളാണ്. അവരുടെ നോമ്പനുഷ്ഠാനത്തിലൂടെ പൈതാഹങ്ങൾ സഹിക്കുക എന്നതിൽ കവിഞ്ഞ് ഒന്നും നേടിയെടുക്കാത്ത നോമ്പുകാർ. എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ്. അവരുടെ രാത്രി നമസ്കാരത്തിലൂടെ ഉറക്കം നഷ്ടപ്പെടുക എന്നതിൽ കവിഞ്ഞ മറ്റൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്ത നമസ്കാരക്കാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഈ റമദാൻ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ചോദിച്ചേ തീരൂ. എന്താണ് തഖ്വ? ആ തഖ്വ നേടിയെടുക്കാനാണ് നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും മഗ്‌രിബ് നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. ആ മഗ്‌രിബ് നമസ്കാരം നിർവഹിച്ച സഹോദരിയും സഹോദരനും ഞാനും നിങ്ങളുമൊക്കെ ആ മഗ്‌രിബ് നമസ്കാരത്തിലൂടെ തഖ്വയാകുന്ന ടാർജറ്റ് നേടിയെടുക്കുന്നതിൽ ആ 3 റക്അത്ത് ഫർളും 2 റക്അത്ത് സുന്നത്തും എത്രമാത്രം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം എന്നെയും നിങ്ങളെയും അസ്വസ്ഥതപ്പെടുത്തുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങളും ഇതേപോലെ യാന്ത്രികമായി കടന്നു പോവുക എന്നതാണ് സംഭവിക്കുക. എന്താണ് തഖ്വ? എന്താണ് തഖ്വ? ആരാധനാ കർമ്മങ്ങളിലൂടെ നേടിയെടുക്കുന്ന തഖ്വ എന്താണ്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് തഖ്വ. അത്തഖ്വ ഹാവുന, അത്തഖ്വ ഹാവുന, അത്തഖ്വ ഹാവുന. ഹൃദയാന്തരാളങ്ങളിൽ തഖ്വ എന്ന് പറയുന്ന മഹത്തായ ഈ ടാർജറ്റ് നേടിയെടുത്ത ഒരു വിശ്വാസിയുടെ ജീവിതമാസകലം അത് പ്രതിഫലിക്കും. അവൻ്റെ വൈയക്തിക ജീവിതത്തിൽ, അവൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ, അവൻ്റെ സംസാരങ്ങളിൽ, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ തഖ്വ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തഖ്വ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തഖ്വ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, എന്താണ് അമീറുൽ മുഅ്മിനീൻ തഖ്വ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, മുള്ളും കല്ലും കുപ്പിച്ചില്ലുകളും നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഈ മുള്ളുകളും ഈ കുപ്പിച്ചില്ലുകളും നിങ്ങളുടെ ശരീരത്തെയും വസ്ത്രത്തെയും കീറിമുറിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്രമാത്രം നിങ്ങൾ ജാഗ്രത പാലിക്കാറുണ്ട്. ആ ജാഗ്രതയാണ് തഖ്വ എന്ന്. ഒരു വേള മലയാള ഭാഷയിൽ ഏറ്റവും നല്ല തഖ്വയുടെ പരിഭാഷ ജാഗ്രത എന്ന് പറയുന്ന വാക്കാണ് എന്ന് തോന്നിപ്പോവാറുണ്ട്. ദൈവഭക്തി, സൂക്ഷ്മത എന്നൊക്കെ പറയുന്ന വാക്കുകൾക്കപ്പുറം ജാഗ്രത. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നിടത്ത് എനിക്ക് വീഴ്ച വരുന്നുണ്ടോ എന്ന ജാഗ്രത, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന ജാഗ്രത, ഈ ജാഗ്രതക്കാണ് തഖ്വ എന്ന് പറയുക. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ വ്യാഖ്യാനിച്ചത്, അത്തഖ്വ അൽ ഖൗഫു മിനൽ ജലീലി വൽ അമലു ബിത്തൻസീലി വൽറിളാ ബിൽ ഖലീലി വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. തഖ്വ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്. തഖ്വ എന്ന് പറയുന്ന ഇസ്ലാമിക സാങ്കേതിക പദത്തിന് 4 തലങ്ങളാണ്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് അൽ ഖൗഫ് മിനൽ ജലീലി, മഹാനായ അള്ളാഹുവെ ഭയപ്പെടുക എന്നതാണത്. സൃഷ്ടികർത്താവായ അള്ളാഹുവെ ഭയപ്പെടുക എന്നതാണ്. പട്ടിയെയും പൂച്ചയെയും ഒക്കെ നമ്മൾ പേടിക്കുന്നത് പോലെ, നരിയെയും പുലിയെയും പേടിക്കുന്നത് പോലുള്ള ഒരു പേടിയല്ല. അൽ ഖൗഫ് മിനൽ ജലീലി, മഹാനായ സൃഷ്ടികർത്താവായ അള്ളാഹുവോടുള്ള ഭയം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവേണ്ടതാണ്. രാവിലെ ഓഫീസിലേക്ക് എന്തോ ചില പ്രത്യേക കാര്യങ്ങൾ ഭാര്യയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഓഫീസറായ ഭർത്താവ്, ആ ഭർത്താവ് വീട്ടിൽ നിന്നും ഈ ചില കാര്യങ്ങൾ ഭാര്യയെ ചുമതലയേൽപ്പിച്ച് ഓഫീസിലേക്ക് പോവുകയും ഈ ഭർത്താവ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഭർത്താവ് അല്ലെങ്കിൽ പ്രിയതമൻ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തിയ ഒരു ഭാര്യയുടെ, ഒരു കുടുംബിനിയുടെ, ഒരു വീട്ടമ്മയുടെ മാനസികാവസ്ഥ എന്തോ ആ അവസ്ഥക്കാണ് പേടി എന്ന് പറയുക. ആ പേടിയാണ് അള്ളാഹുവെ സംബന്ധിച്ച പേടി എന്ന് പറയുന്നത്. അള്ളാഹു ഞാനും തമ്മിലുള്ള ബന്ധം അത് കലങ്ങിപ്പോകുമല്ലോ, ഞാനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടുമല്ലോ, അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് പകരം അവൻ്റെ കോപത്തിന് ഞാൻ പാത്രീഭൂതനായി തീരുമല്ലോ എന്ന ബേജാറിനാണ്, എന്ന അസ്വസ്ഥതക്കാണ് അൽ ഖൗഫ് മിനൽ ജലീലി, മഹാനായ അള്ളാഹുവോടുള്ള ഭയം എന്ന് പറയുക. രണ്ടാമത്തെ തഖ്വയുടെ ഭാവം എന്ന് പറയുന്നത് വൽ അമലു ബിത്തൻസീലി, അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ,
മഹത്തായ വേദഗ്രന്ഥം കൊണ്ട് ജീവിക്കുക. ഖാലിദ് മുസാ നദവി സാഹിബിൻ്റെ 1 മണിക്കൂർ നീണ്ട ചിന്തോദ്ദീപകമായ പ്രഭാഷണത്തിന് ശേഷം ഈ വശം ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾക്ക് ജീവിതം കൊണ്ട് അർത്ഥം പകരുക എന്നതാണ് തഖ്വയുടെ 2ാമത്തെ തലം. നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകളെ, നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ സ്റ്റെപ്പുകളെയും, നമ്മുടെ വീട് നിർമ്മാണത്തെയും നമ്മുടെ ബിസിനസ്സുകളെയും എല്ലാം ഈ വിശുദ്ധ ഖുർആൻ സ്വാധീനിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. 32 വയസ്സുകാലം ഈ ഭൂമിയിൽ ജീവിച്ച ഞാൻ എന്നോട് ചോദിക്കണം, 6236 വചനങ്ങളുള്ള വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തങ്ങളിൽ എത്ര സൂക്തങ്ങൾ എൻ്റെ ബോധം വെച്ച നിമിഷം മുതൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ എൻ്റെ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകൾ എൻ്റെ ജീവിതത്തെ തിരുത്തിയിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകൾ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്? എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ എത്ര ആയത്തുകൾ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകൾ സമൂഹത്തിൻ്റെ മുമ്പാകെ ഞാൻ പ്രബോധനം നടത്തിയിട്ടുണ്ട്? സമൂഹത്തിൽ എത്രമാത്രം ഖുർആനിൻ്റെ ആയത്തുകൾ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്ന ചോദ്യം ഓരോ വിശ്വാസിയും ചോദിക്കുക എന്നതാണ് തഖ്വയുടെ 2ാമത്തെ തലം. 3ാമത്തെ തലം അർദിള ബിൽ ഖലീലി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. അത്യാഗ്രഹം എന്ന് പറയുന്ന ആശയാകുന്ന പാശത്തുമേൽ കയറി, ആശയാകുന്ന കുതിരപ്പുറത്ത് കയറി ജൈത്രയാത്ര നടത്തിയിട്ടൊടുവിൽ മരിച്ചു വീഴുന്ന നിസ്സഹായനായ മനുഷ്യനാവാതെ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന മാനസികാവസ്ഥയുള്ള ഒരു വിശ്വാസി, അതാണ് തഖ്വയുടെ 3ാമത്തെ തലം. 4ാമത്തെ തലം അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, ഈ ലോകത്തു നിന്നുള്ള അന്ത്യയാത്രക്ക് ഒരുങ്ങി തയ്യാറായിരിക്കുക എന്നതാണ്. ഈ 4 മഹത്തായ തഖ്വയുടെ ഭാവങ്ങളെയും ഒരുമിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്ന കർമ്മമാണ് പരിശുദ്ധ റമദാനിലെ ഈ വ്രതാനുഷ്ഠാനം. മഹാനായ അള്ളാഹുവെ ഭയപ്പെടാൻ വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങൾ ഒരു വിശ്വാസി അഭ്യസിപ്പിക്കുന്നു. ആരാരും കാണാതെ വീടിൻ്റെ അകത്ത് നിന്ന് സുഖമായി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി നോമ്പുകാരനായി നടക്കാൻ ഒരു വേള ഒരുത്തന് സാധിക്കും എന്നിരുന്നിട്ടും അതൊന്നും ചെയ്യാതെ ആരുടെയും മുമ്പിൽ എൻ്റെ കണ്ണുകളെ ഞാൻ ആളുകളുടെ കണ്ണുകളെ കെട്ടിക്കൊണ്ട് ഞാൻ പ്രവർത്തിച്ചാലും അള്ളാഹുവിൻ്റെ കണ്ണുകളെ എനിക്ക് കെട്ടുവാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവെ ഭയപ്പെടാനുള്ള ഒരു വികാരം, അള്ളാഹുവെ ഭയപ്പെടാനുള്ള ഒരു ചിന്ത ഒരു വിശ്വാസിയിൽ ഉണ്ടാക്കുന്നു. 2ാമത്തെ തലം ഖുർആനിൻ്റെ പ്രയോഗവൽക്കരണമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ സന്ദർഭമായ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി പരിശീലനം നേടുകയാണ് വിശ്വാസികൾ ഓരോരുത്തരും ചെയ്യുന്നത്. 3ാമത്തെ കാര്യം ഉള്ളതിൽ തൃപ്തിപ്പെടലാണ്, അത്യാഗ്രഹത്തെ നിയന്ത്രിക്കലാണ്. റമദാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു വിശ്വാസി തൊട്ടു മുമ്പിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് എത്ര സ്വാദിഷ്ടമായ ഭക്ഷണമാണെങ്കിലും അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വർജിക്കാൻ സാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരുമെങ്കിൽ ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവൻ വളരെ ചെയ്യും. 4ാമത്തെ കാര്യം ഈ ലോകത്ത് യാത്ര ചെയ്യാനുള്ള മുന്നൊരുക്കമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു വിശ്വാസി എത്തിച്ചേരുന്നതും ഈ ഒരു മാനസികാവസ്ഥയിലേക്കാണ്. ഞാനൊരു വേള അടുത്ത റമദാൻ മാസത്തിൽ ഉണ്ടാകുമോ എന്ന സംശയത്തോടുകൂടി ഈ റമദാൻ മാസത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുങ്ങുകയാണ്, തയ്യാറാവുകയാണ് അള്ളാഹുവിലേക്കുള്ള യാത്രയിലൂടെ. ഇതാണ് റമദാൻ മാസത്തിൽ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ റമദാൻ മാസത്തിൽ ഒരു വിശ്വാസി മുത്തഖിയായി തീരണം. ഒന്നുകൂടി ഭാഷാന്തരം ചെയ്തു പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഒരാൾ വിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുന്ന മുത്തഖിയായി മാറണം. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കാണ് വിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുക. പണ്ഡിതന്മാർക്കെന്ന് പറയാതെ, അറബികൾക്കെന്ന് പറയാതെ, ശാസ്ത്രജ്ഞന്മാർക്കെന്ന് പറയാതെ, ചിന്തകന്മാർക്കെന്ന് പറയാതെ വിശുദ്ധ ഖുർആനിൻ്റെ 2ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് മാത്രം പ്രയോജനപ്പെടുന്ന, മുത്തഖികൾക്ക് മാത്രം സന്മാർഗമായി അനുഭവവേദ്യമായി തീരുന്ന, മുത്തഖികൾക്ക് മാത്രം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. പണ്ഡിതന്മാർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, മുത്തഖികൾക്ക് മാത്രമേ സാധിക്കൂ. സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും വിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന അസാധാരണക്കാരായ നിലവാരത്തിലേക്ക് വളർത്തുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു തർബീയത്താണ്, പരിശീലനമാണ് റമദാൻ മാസത്തിലൂടെ വ്രതാനുഷ്ഠാനമെന്ന് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പരിശീലനങ്ങൾക്ക് വിധേയമാകുന്ന ആളുകളാണ്. പഠിത്തം കഴിഞ്ഞ ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ട്രെയിനിങ്ങുകൾക്ക് വിധേയമായ ആളുകളാണ്. ജോലിയിൽ പ്രവേശിച്ച ശേഷവും ജോലിയുടെ ഭാഗമായിക്കൊണ്ട് ട്രെയിനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നമ്മളൊക്കെ മനസ്സിലാക്കുന്നു, ദുനിയാവിയായ പല കാര്യങ്ങളും വൃത്തിയായും ഭംഗിയായും ലക്ഷ്യം നേടിയെടുക്കുവാൻ പരിശീലനം കൂടിയേ തീരൂ എന്ന്.
ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊള്ളാം, അതിനെന്തിനാ BEd എടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന അധ്യാപകനെ മാനേജിംഗ് കമ്മിറ്റി പിരിച്ചുവിടും. കാരണം അവനെ പഠിപ്പിക്കാൻ കൊള്ളുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. കുട്ടികളെ പഠിപ്പിക്കണമോ, അവൻ പഠിച്ചവനായാൽ പോരാ, പഠിപ്പിക്കാൻ കൂടി പഠിച്ചവനായിരിക്കണം, ട്രെയിനിങ് നേടിയവനായിരിക്കണം. പോലീസുകാരനെ അതിതീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ, അതിതീഷ്ണമായ ട്രെയിനിങ്ങുകളിലൂടെയാണ് സർക്കാരുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിന്? പോലീസുകാരൻ്റെ പണി നിർവഹിക്കണമെങ്കിൽ അത് കൂടിയേ തീരൂ എന്നതുകൊണ്ടാണ്. സത്യവിശ്വാസികളായ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫയായി നിന്നുകൊണ്ട് ഖിലാഫത്ത് നിർവഹിക്കുക എന്ന് പറയുന്ന വലിയ പ്രാധാന്യമേറിയ ഉത്തരവാദിത്വമാണ്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് നിർവഹിക്കുവാൻ ഒരു വിശ്വാസിയെ പ്രാപ്തമാക്കുവാൻ ശക്തമായ പരിശീലനങ്ങളാണ് ഇസ്ലാം നിശ്ചയിച്ചത്. നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജീവിതം പരിപൂർണമായും ഇബാദത്താക്കി തീർക്കുവാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ ചില ഇബാദത്തുകൾ നമുക്ക് നിർബന്ധമാക്കിയത്. ബഡി ഇബാദത്ത്, വലിയ ഇബാദത്ത് എന്ന് ചില പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ആ മഹത്തായ ഇബാദത്തിന് വിശ്വാസികളെ സജ്ജമാക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ ആരാധനാ കർമ്മങ്ങൾ. നമസ്കാരം ലഘുവായ ഒരു പരിശീലനമാണ്. വ്രതാനുഷ്ഠാനം കുറച്ചുകൂടി തീഷ്ണമായ ഒരു പരിശീലനമാണ്. ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു വിശ്വാസി സാധാരണ അവസ്ഥയിൽ നിന്ന് അസാധാരണ തലത്തിലേക്ക് വളരുകയാണ്. നമസ്കാരം ഒരുപക്ഷെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങളെക്കാൾ ശക്തമായ പരിവർത്തനങ്ങളാണ് നോമ്പ് വിശ്വാസിയിൽ ഉണ്ടാക്കി തീർക്കുന്നത്. 360 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങളിൽ ഒരു വിശ്വാസിയുടെ ജീവിതം ആകെക്കൂടി മാറിമറിയുകയാണ്. നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ, നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലൂടെ, ദിക്റുകൾ അനുഷ്ഠിക്കുന്നതിലൂടെ, ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, സദക്ക നിർവഹിക്കുന്നതിലൂടെ, ഇഴ്തികാഫ് ഇരിക്കുന്നതിലൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അതുവരെയുള്ള ഒഴുക്കിന് മാറ്റം സംഭവിക്കുകയും ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ഒരു വിശ്വാസി മാറിത്തീരുകയും ചെയ്യുകയാണ് നോമ്പെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫൈദാ കാന യൗമു സൗമിക്കും സൗമി അഹദിക്കും ഫലാ യർഫസ് ഫലാ യസ്ഖബ്. വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരിക്കലും അസഭ്യം പറയരുത്, ഉച്ചത്തിൽ ബഹളം വെക്കുക പോലും ചെയ്യരുത്. ഉച്ചത്തിൽ ബഹളം വെക്കുന്നത് പോലും നിരോധിക്കപ്പെടുമാറ് ശക്തമായ നിയന്ത്രണങ്ങളിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, അടിമുടി പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു കർമ്മമാണ് മറ്റന്നാൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ സമാഗതമാകാൻ പോകുന്ന പരിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം. നോമ്പിന് ചില അലങ്കാരങ്ങളും ചില സമയങ്ങളുമുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങളിൽ അത് നേടിയെടുക്കുന്ന വിഷയത്തിൽ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മളൊക്കെ രാത്രി കടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബെഡിൽ വിരിപ്പുകൾ വിരിക്കാറുണ്ട്, നമ്മൾ തലയണ വെക്കാറുണ്ട്. ഈ തലയണയും വിരിപ്പുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഒരു പുതിയാപ്പിള കടന്നു വരുന്നുവെങ്കിൽ ആ പുതിയാപ്പിളക്ക് വേണ്ടി ഞാൻ മണിയറ ചമയിച്ചൊരുക്കുമ്പോൾ, എൻ്റെ മരുമകന് വേണ്ടി നാം മണിയറ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ ഞാൻ വിരിക്കുന്ന വിരിപ്പ് അത് സാധാരണ ഞാൻ വിരിക്കുന്ന വിരിപ്പാവില്ല. അവിടെ ഞാൻ വെക്കുന്ന തലയണ അത് സാധാരണ തലയണ ആവില്ല. അത് ചില സവിശേഷതയുള്ള പ്രത്യേകതയുള്ള ചില തലയണയായിരിക്കും, സവിശേഷതയുള്ള പ്രത്യേകതയുള്ള വിരിപ്പായിരിക്കും. ഇതേപോലെ റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം 11 മാസക്കാലത്തെ വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് വ്യത്യസ്തതകൾ റമദാൻ മാസത്തിൽ ഉണ്ടായേ പറ്റൂ. നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാറുണ്ട്, ഉച്ചഭക്ഷണം കഴിക്കുന്ന പതിവുള്ള ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മുടെ വീട്ടിൽ വിവാഹം ഉണ്ടാകുമ്പോൾ ഉച്ചഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ആ ഉച്ചഭക്ഷണം സാധാരണ ഉണ്ടാക്കുന്ന ഉച്ചഭക്ഷണം പോലെയല്ല, സവിശേഷമായ ഉച്ചഭക്ഷണമാണ്, വിവാഹ സദ്യയാണ്. എന്താ വിവാഹ സദ്യയുടെ പ്രത്യേകത? ഒരുപാട് സവിശേഷതകൾ അതിനുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതേപോലെ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമസ്കാരം ഇതര 11 മാസത്തെ നമസ്കാരം പോലെ ആവാൻ ഒരിക്കലും പാടില്ല. റമദാൻ മാസത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ പാരായണം ഇതര മാസങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ പാരായണം പോലെ ആകുവാൻ പാടില്ല. റമദാൻ മാസത്തിലെ നമ്മുടെ സുന്നത്ത് നമസ്കാരം ഇതര മാസങ്ങളിലെ സുന്നത്ത് നമസ്കാരം പോലെ ആവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതുപോലെ റമദാൻ മാസത്തിൽ ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഇതര മാസങ്ങളിൽ ഒരു ഫറദ് അനുഷ്ഠിച്ച കൂലി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഇതര മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റമദാനിനെ പ്രത്യേകമായി അലങ്കരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഷെഡ്യൂളുകൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റമദാനിന് വേണ്ടി. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന് ഷെഡ്യൂളുകൾ ഉണ്ടാക്കാറുണ്ട്. പ്രവാസികളായ സഹോദരീ സഹോദരന്മാർ അവരുടെ ജീവിതത്തിന് നിശ്ചയിക്കുന്ന ഷെഡ്യൂളുകൾ അവരുടെ ഉറക്കത്തിൻ്റെ സമയമനുസരിച്ച് കൊണ്ടാണ് ക്രമീകരിക്കാറ്. ഉറക്കത്തിൻ്റെ സമയമനുസരിച്ച് നമസ്കാരത്തെ പോലും ക്രമീകരിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരുമാകുന്ന പ്രവാസികൾ. പക്ഷേ റമദാൻ മാസത്തിലെ ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്തി ഇഹലോകത്തും പരലോകത്തും വിജയം വരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആളുകൾ, ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഷെഡ്യൂളുകൾ ഉണ്ടാക്കേണ്ടത് അങ്ങനെയല്ല. വരാനിരിക്കുന്ന റമദാൻ മാസത്തിലെ ഓരോ ദിനരാത്രങ്ങളെയും പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ
നമസ്കാരത്തിൻ്റെ സമയമനുസരിച്ച് നിങ്ങളുടെ ഉറക്കത്തിന് ഷെഡ്യൂൾ ഉണ്ടാക്കണം. നമസ്കാരത്തിൻ്റെ സമയമനുസരിച്ച് ഉറക്കത്തിന് ഷെഡ്യൂൾ ഉണ്ടാക്കണം. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഷെഡ്യൂളുകൾ നിങ്ങളുടെ നമസ്കാരത്തെ ഷെഡ്യൂളുകളെ തകർക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു മാറ്റം റമദാൻ മാസത്തിലൂടെ ഉണ്ടാക്കി തീർക്കുവാൻ ഓരോ വിശ്വാസികളും ശ്രമിക്കണം ഈ സന്ദർഭത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തഹജ്ജുദ് നമസ്കരിക്കുന്ന, ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്ന ആളുകൾ ഈ സദസ്സിൽ ധാരാളമുണ്ട്. പക്ഷേ റമദാൻ മാസത്തിലെ ഖിയാമുൽ ലൈൽ അത് ഇതര മാസത്തിലെ ഖിയാമുൽ ലൈൽ പോലെ ആവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ മഹത്തായ പ്രതിഫലമാണ് നമുക്കതിനു വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളും പരിവർത്തനങ്ങളും വിശ്വാസിയിൽ റമദാൻ മാസത്തിൽ ഉണ്ടാവണം. എന്തുകൊണ്ടുണ്ടാവണം? ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ എന്നതുകൊണ്ടുണ്ടാവണം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സന്മാർഗ വേദഗ്രന്ഥമായി, സത്യാസത്യ വിവേചന ഗ്രന്ഥമായി, സന്മാർഗ വിശദാംശമായി ഭൂമിയിലേക്ക് ഖുർആൻ അവതരിച്ച ഈ റമദാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിയത്. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. റമദാൻ മാസത്തിൽ ഹാജറുള്ളവൻ നോമ്പെടുത്തുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രബോധകന്മാരെ വാർത്തെടുക്കുക എന്നതിൽ കവിഞ്ഞ ഒരർത്ഥവും റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിനില്ല എന്നൊരാൾ വാദിച്ചാൽ അയാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഖുർആനും നോമ്പും നമ്മളുടെ ബന്ധം പഠിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും. ഖുർആൻ അവതരിച്ച മാസത്തിൽ ഖുർആൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന മുത്തഖികളെ വാർത്തെടുക്കുക എന്നതാണ് റമദാൻ മാസത്തിലെ ലക്ഷ്യം. എന്താണ് ഖുർആൻ? അറബി ഭാഷയിലെ ഫഅലാൻ എന്ന വസനിൽ വന്നിട്ടുള്ള എല്ലാ പദങ്ങൾക്കും മാറ്റം, പരിവർത്തനം എന്ന് അർത്ഥമുണ്ട് എന്ന് ഭാഷാഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആ ഫഅലാൻ എന്ന വസനിൽ ഖുർആൻ എന്ന് പറയുന്ന വാക്ക് തന്നെ വിപ്ലവത്തെ, പരിവർത്തനത്തെ, മാറ്റത്തെയാണ് പഠിപ്പിക്കുന്നത്. റമദാൻ മാസത്തിലെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഖുർആനിന്റെ വിപ്ലവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത്. അള്ളാഹുവോട് രഹസ്യമായും ലോകത്തോട് പരസ്യമായും വ്രതമനുഷ്ഠിക്കുന്ന വിശ്വാസി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ മാറ്റത്തിന് സന്നദ്ധനാണ്. ഇന്നലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്തല്ല റമദാൻ മാസത്തിൽ ഇനി മുതൽ ഞാൻ എഴുന്നേൽക്കുക. ഇന്നലെ പള്ളിയിൽ പോയിരുന്നത് പോലെയല്ല ഇനി മുതൽ ഞാൻ പള്ളിയിൽ പോവുക. ഇന്നലെ ദേഷ്യം പിടിച്ചാൽ ഒരു പക്ഷേ ഞാൻ തെറിയൊക്കെ പറഞ്ഞിരുന്നു, ശനി മുതൽ ഞാനത് പറയുകയില്ല. എന്നോടൊരാൾ തെറിയഭിഷേകവുമായി എന്നെ നേരിട്ടാൽ ഞാൻ അവിടെ മിണ്ടാതിരുന്ന് അവനെ നേരിടുകയും ഞാൻ നോമ്പുകാരനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മാറ്റത്തിന് ഞാൻ സന്നദ്ധനാണ് എന്ന് വിശ്വാസികൾ ഓരോരുത്തരും അള്ളാഹുവോടും ലോകത്തോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റമദാൻ മാസത്തിലൂടെ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. ഈ സദസ്സ് മാറ്റത്തിന് സന്നദ്ധമാണോ എന്ന് ആത്മപരിശോധന നടത്തണം. അതല്ലെങ്കിൽ റമദാൻ മാസം വെറും പൈതാഹം അനുഷ്ഠിക്കലാണ് എന്ന് ധരിച്ചു വശായാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വ്രതാനുഷ്ഠാനത്തിലെ ഒരു പ്രയോജനം നേടിയെടുക്കാൻ സാധിക്കാതെ നമ്മൾ ഈ മാസത്തിലൂടെയും കടന്നു പോകും. അങ്ങനെ ശഅബാൻ മാസവും റമദാൻ മാസവും ശവ്വാൽ മാസവും ഒക്കെ ഒരുപോലെ ആയിത്തീരുന്ന ഗതികേട് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിത്തീരും. അതുകൊണ്ട് മാറ്റത്തിന് നമ്മൾ സന്നദ്ധരായിത്തീരണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തീരുമാനിക്കാത്തവരെ അള്ളാഹു മാറ്റുകയില്ല എന്ന് വിഷ്ണു ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കാൻ പോവുകയാണ്. വരാനിരിക്കുന്ന ദിനരാത്രങ്ങളിൽ നമ്മൾ ശക്തമായ മാറ്റങ്ങൾക്ക് സ്വയം തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഓരോരുത്തരും തീരുമാനിക്കണം. എന്തുകൊണ്ട് മാറണം? വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിച്ചത് ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്നാണ്. ഈ വിശുദ്ധ ഖുർആൻ മഹത്തായ ഉത്തരവാദിത്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഈ വിശുദ്ധ ഖുർആൻ ഒരു വലിയ പാറപ്പുറത്താണ് ഇറങ്ങിയിരുന്നെങ്കിൽ, ഒരു വലിയ കടുത്ത പാറക്കെട്ടിലാണ് അവതരിച്ചതെങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെ ഗാംഭീര്യവും വിശുദ്ധ ഖുർആൻ വഹിക്കുന്ന ഈ മഹത്തായ ദൗത്യത്തിന്റെ ഘനവും താങ്ങാൻ സാധിക്കാതെ ഈ പാറക്കെട്ടുകൾ പിളർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ആലങ്കാരികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഹിറാ ഗുഹയിൽ ജബലുൻ നൂറിന്റെ മുകളിൽ തന്നെയാണ്. ആ ജബലുൻ നൂറിന്റെ മുകളിൽ അവതരിച്ച വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പാറകളെ പിളർത്തുന്ന ഖുർആനാണ് എന്ന് പഠിപ്പിച്ചു. എന്താണ് ഈ ആലങ്കാരികമായ ഈ പ്രയോഗത്തിന്റെ അർത്ഥം? മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബായിരുന്ന കാലഘട്ടത്തിൽ ശിലാഹൃദയനായിരുന്ന, കടുത്ത ഹൃദയത്തിന്റെ വക്താവായ, അത്രയൊന്നും കാരുണ്യം ശീലിച്ചിട്ടില്ലാത്ത, നവരസങ്ങളിൽ കാരുണ്യം എന്ന് പറയുന്ന രസം അദ്ദേഹത്തിന്റെ മുഖത്ത് തീരെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെയുണ്ടായിരുന്ന ഉമറിന്റെ ശിലാഹൃദയത്തിൽ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന വിശുദ്ധ ഖുർആൻ അവതീർണമായപ്പോൾ ആ ശിലാഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മാനവികതയുടെയും നീർച്ചാലുകൾ പൊട്ടിയൊലിച്ചതായി
ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ശിലാഹൃദയനായ ഉമറിന്റെ ശിലാഹൃദയത്തെ ഈ വിശുദ്ധ ഖുർആനിലെ തോഹ എന്ന് പറയുന്ന അധ്യായത്തിലെ സൂക്തങ്ങൾ അവതരിച്ചപ്പോൾ, അത് ഏറ്റുവാങ്ങിയപ്പോൾ അത് മാറുകയും പിളരുകയും തകരുകയും ചെയ്ത് പുതിയ ഉമർ ബിൻ ഖത്താബിന് പകരം ഒരു ഉമറുൽ ഫാറൂഖ് അവിടെ ഉണ്ടായിത്തീരുകയും ചെയ്തു എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയിലൂടെ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ, പ്രവാചകൻ അത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ വളരെ പ്രയാസം അനുഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒട്ടകപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വഹയുമായി വരുന്നതെങ്കിൽ, ഒട്ടകപ്പുറത്തിരിക്കുന്ന റസൂല് വഹി ഏറ്റുവാങ്ങുമ്പോൾ ഒട്ടകം മണലിൽ കിടക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഘനവും വിശുദ്ധ ഖുർആനിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാരവും താങ്ങാൻ സാധിക്കാത്തതിന്റെ വലിയ നിദർശനങ്ങളാണ് ഈ ഉദാഹരണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നത് നല്ല ശൈത്യമുള്ള ദിനങ്ങളിലാണെങ്കിൽ പോലും ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്ത് ആകെ ഖമീസുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തോട് ഒട്ടിപ്പിടിക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, അങ്ങനെയുള്ള ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിൽ ആ ഖുർആനെ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള വഹനശേഷിയും വിശുദ്ധ ഖുർആൻ കയ്യിലേന്തിക്കൊണ്ട് ലോകത്ത് വിപ്ലവം നയിക്കുമ്പോൾ ആ വിപ്ലവകാരിയുടെ മുമ്പിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റുവാനുള്ള സഹനശേഷിയും ഈ വിശ്വാസിയിൽ ഒരുപോലെ ഉത്ഭൂതമാക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ കഠിനമായ ഒരു പരിശീലന പ്രക്രിയയല്ലാതെ മറ്റൊന്നുമല്ല റമദാൻ മാസത്തിലെ ഈ മഹത്തായ വ്രതാനുഷ്ഠാനമെന്ന് വിശ്വാസികളായ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നുവെങ്കിൽ, ഒരു വേള വരാനിരിക്കുന്ന റമദാൻ മാസത്തിലെ ദിനരാത്രങ്ങളെ നല്ല നിലക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിച്ചു എന്ന് വരും. ഖുർആനിന്റെ പ്രബോധകനാവശ്യമായ മുഴുവൻ സൽഗുണങ്ങളും വിശ്വാസിയിൽ സംജാതമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിശീലന മുറകളാണ് റമദാൻ മാസത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ പ്രബോധകന്, വിശുദ്ധ ഖുർആൻ കയ്യിലേന്തി ലോകത്ത് വിപ്ലവം നയിക്കുവാൻ തീരുമാനിച്ച വ്യക്തിക്ക്, അങ്ങനെയുള്ള സൊസൈറ്റിക്ക്, അങ്ങനെയുള്ള ലോകത്തിന് ആവശ്യമായ ഗുണഗണങ്ങൾ, സവിശേഷമായ സ്വഭാവ സവിശേഷതകൾ അവരിൽ സംജാതമാക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് റമദാൻ മാസത്തിൽ നിശ്ചയിക്കപ്പെട്ട മുഴുവൻ കർമ്മങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിശുദ്ധ ഖുർആനാകുന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞു, ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല വറത്തിലിൽ ഖുർആന തർത്തീല ഇന്നാ സനുൽഖി ഇലൈക ഖൗലൻ സഖീല. പ്രവാചകരെ, രാത്രിയിൽ കുറച്ച് അല്ലെങ്കിൽ പകുതി അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എഴുന്നേറ്റ് നമസ്കരിക്കണം. എന്തുകൊണ്ട് താങ്കൾ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കണം? ഇന്നാ സനുൽഖി ഇലൈക ഖൗലൻ സഖീല. ഒരു ഭാരിച്ച വമ്പിച്ച ഉത്തരവാദിത്തമാണ് താങ്കൾക്ക് കൈമാറാൻ പോകുന്നത്. വിശുദ്ധ ഖുർആൻ ഏറ്റെടുത്ത് ലോകത്ത് വിപ്ലവം നയിക്കുവാൻ വേണ്ടി ചുമതലയേൽപ്പിക്കപ്പെട്ട ഖുർആനിന്റെ ഒന്നാമത്തെ അഭിസംബോധനയോട് അള്ളാഹു രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറഞ്ഞത് ഖുർആൻ കയ്യിലേന്തുവാനുള്ള ശക്തി നേടിയെടുക്കാനാണ്. വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾ കൊണ്ട് ലോകത്ത് വിപ്ലവം നയിക്കുവാനുള്ള ശേഷി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന തറാവീഹ് നമസ്കാരം അതിന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രബോധകരായ ഈ സദസ്സിലിരിക്കുന്ന സദസ്സിലെ ഓരോ ആളുകളെയും ഖുർആൻ എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ സാധിക്കുന്ന ത്രാണിയുള്ളവരാക്കി മാറ്റാൻ നീണ്ട സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തറാവീഹ് നമസ്കാരം ഖുർആനിക പ്രബോധകനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ പ്രബോധനം ചെയ്യുന്ന വിശ്വാസിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പ്രതികരണങ്ങൾ ലഭിക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ പ്രബോധകന്റെ പ്രബോധനം ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ അവനിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേ പറ്റൂ. അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും വിശുദ്ധ ഖുർആനിനെ സ്വയം ഏറ്റെടുക്കണം. ആ സ്വയം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് 360 മണിക്കൂർ നീണ്ട 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതാനുഷ്ഠാന പരിശീലനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങളിലൂടെ വിശ്വാസികളായ നമ്മിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മൾ മനസ്സും ശരീരവുമാകുന്ന രണ്ട് വ്യത്യസ്ത വിരുദ്ധ തലങ്ങൾ ഉൾച്ചേർന്ന ഒരു സവിശേഷ സൃഷ്ടിയാണ്. റൂഹും സമാവി വജസദുൻ അർളി. ആകാശത്തിൻ്റെ സവിശേഷമായ ഘടകമാകുന്ന ആത്മാവും ഈ മണ്ണിൻ്റെ ഗുണങ്ങൾ ഉൾച്ചേർന്നുകൊണ്ടുള്ള ശരീരവുമാകുന്ന രണ്ട് ഘടകങ്ങൾ ഒത്തുചേർന്നവനാണ് മനുഷ്യൻ. ഇതിലേതാ വലുത്, ഏതാ ചെറുത്, ഏതാണ് പ്രധാനം, ഏതാണ് അപ്രധാനം, ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജസദിനെ, ശരീരത്തെ, ഭൗതികതയെ പ്രധാനമായി കാണുകയും ആത്മാവിനെ, ആത്മീയതയെ, റൂഹിനെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ലോകത്തെ ഇന്ന് പരമാവധി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് മോചിതരായിക്കൊണ്ട്
ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഒരു നിലവാരത്തിലേക്ക് ഉയരുവാൻ ഒരു വിശ്വാസിയെ പ്രാപ്തമാക്കുന്ന കർമ്മമാണ് യഥാർത്ഥത്തിൽ വ്രതാനുഷ്ഠാനം. നമ്മുടെ മനസ്സിനെ 3 തരത്തിലുള്ള സവിശേഷ മനസ്സുകളുടെ രൂപത്തിൽ ഖുർആനും സുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു മനസ്സിന് 3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ, തെറ്റുകൾ കൽപ്പിക്കുന്ന, തിന്മ കൽപ്പിക്കുന്ന ഒരു മനസ്സുണ്ട്. മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെയും പ്രവാചകന്റെ തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ രൂപപ്പെടുത്തിയെടുത്ത ലോകവീക്ഷണങ്ങൾ, ജീവിത വീക്ഷണങ്ങൾ, സംസ്കാരങ്ങൾ കൊണ്ടു നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ കൽപ്പിക്കുന്നതൊക്കെയും തിന്മ തന്നെയായിരിക്കും. അവൻ്റെ മനസ്സ് അവനോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുക തിന്മയായിരിക്കും. പ്രകൃതി വിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, അവന് തന്നെ ദോഷമുണ്ടാക്കുന്ന, മാനവ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന, ലോകത്തിൻ്റെ സമാധാനം തകർക്കുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും അവനുണ്ടാവുക. കാരണം അവൻ്റെ മനസ്സിനെ അടക്കി ഭരിക്കുന്നത് ദൈവിക ദർശനങ്ങളല്ല, വേദഗ്രന്ഥങ്ങളല്ല, പ്രവാചകന്റെ അധ്യാപനങ്ങളല്ല, മറിച്ച് മറ്റു പലതുമാണ്. അതുകൊണ്ട് അവൻ്റെ മനസ്സ് നഫ്സുൻ അമ്മാറത്തും ബിസൂ, ഇറാഖിലെയും ഇറാനിലെയും ഒക്കെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നു തിന്നുവാൻ, കൊന്നു തീർക്കുവാൻ അതങ്ങനെ അവനോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അവനങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ വൈയക്തികമായ സുഖങ്ങൾക്ക് വേണ്ടി, എൻ്റെ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി ലോകത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നിരപരാധികളെ കൊല്ലാൻ അതവനോട് കൽപ്പിച്ചുകൊണ്ടിരിക്കും. സ്വന്തം പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടി സമൂഹത്തിൻ്റെയും നാടിൻ്റെയും നന്മയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ പുതിയ വികസനത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കുവാൻ അമ്മാറത്തും ബിസുവായ മനസ്സ് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് കൽപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ മനസ്സിൻ്റെ തകരാറ്. അങ്ങനെയുണ്ടൊരു മനസ്സ്, ഇന്ന നഫ്സ അമ്മാറത്തും ബിസൂ, തെറ്റുകൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്. മറ്റൊരു മനസ്സുണ്ട് നഫ്സുൽ ലവ്വാമ. നഫ്സുൽ ലവ്വാമയുടെ അർത്ഥം ആക്ഷേപിക്കുന്ന മനസ്സ് എന്നാണ്, മനസ്സാക്ഷിക്കുത്തുള്ള മനസ്സ് എന്നാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. വേദഗ്രന്ഥത്തിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അധ്യാപനങ്ങൾക്ക് ജീവിതത്തിൻ്റെ ചില അരികിലും മൂലകളിലുമൊക്കെ അല്പസ്വല്പമൊക്കെ അവർ പ്രവേശനങ്ങൾ അനുവദിക്കും. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആയത്തുകൾക്കും വാചകങ്ങൾക്കും വിരുദ്ധമായ ജീവിത നിലപാടുകളും വിരുദ്ധമായ ജീവിതശൈലിയും അവൻ സ്വീകരിക്കുമ്പോൾ ഈ ഖുർആനിൻ്റെയും ഈ സുന്നത്തിൻ്റെയും ഒക്കെ ആയത്തുകൾക്കും വചനങ്ങൾക്കും ഇവൻ അവൻ്റെ ജീവിതത്തിൻ്റെ ചിലയിടങ്ങളിൽ അനുവദിച്ച പ്രവേശനാനുമതിയിലൂടെ ഉണ്ടായിത്തീർന്ന മൂല്യങ്ങൾ അവൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെയുള്ള നഫ്സാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്ന ആക്ഷേപിക്കുന്ന മനസ്സ്, മനസ്സാക്ഷിക്കുത്തുണ്ടാക്കുന്ന മനസ്സ്. അല്പസ്വല്പമൊക്കെ നമസ്കരിക്കുന്ന, കുറച്ചൊക്കെ നോമ്പൊക്കെ എടുക്കുന്ന, കുറച്ച് ഖുർആനൊക്കെ പാരായണം ചെയ്യുന്ന, എന്നാൽ ജീവിതത്തിൻ്റെ ബാക്കി മേഖലകളിൽ മുഴുവൻ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആയത്തുകൾക്കും വചനങ്ങൾക്കും പ്രവേശനം അനുവദിക്കാതെ മറ്റു പലരെയും പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ മനസ്സ് അങ്ങനെയായിരിക്കും. കുറേയൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ഈ നമസ്കാരത്തിൻ്റെ, ഈ നോമ്പിൻ്റെ ചില ഘടകങ്ങൾ അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ്, അങ്ങനെയുള്ളൊരു മനസ്സുണ്ട്. മൂന്നാമത്തെ ഒരു മനസ്സ് നഫ്സുൽ മുത്മയിന്ന. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് റൂഹിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ സമാധാന ചിത്തനായ ആത്മാവേ നീ കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി മലക്കുൽ മൗത്ത് വരുമ്പോഴാണ് അവനും ചിരിക്കുക. അങ്ങനെയുള്ള നഫ്സ് ഉണ്ടായിരിക്കും. എന്താണ് ആ നഫ്സിന് അങ്ങനെ ചിരിക്കാൻ സാധിച്ചത്? അവൻ്റെ ജീവിതത്തെ അവൻ പരിപൂർണമായും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തിയിരുന്നു എന്നതാണ്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രയോഗവൽക്കരണമാണ് എൻ്റെ ജീവിത ദൗത്യം എന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ് അവനപ്പോൾ ചിരിക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള നഫ്സുൻ മുത്മയിന്ന എന്ന് പറയുന്ന ഒരു നഫ്സിനെയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അപ്പോൾ നഫ്സുൻ അമ്മാറത്തുൻ ബിസൂയിൽ നിന്ന്, നഫ്സുൽ ലവ്വാമയിൽ നിന്ന് നഫ്സുൻ മുത്മയിന്ന എന്ന് പറയുന്ന ഉയർന്ന നിലവാരത്തിലേക്ക് വിശ്വാസികളായ ഓരോരുത്തരെയും ഉയർത്തുവാൻ വേണ്ടിയാണ് റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങളിലെ ആരാധനാകർമ്മങ്ങൾ ഓരോന്നും നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റമദാൻ മാസത്തിലെ ഈ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്ന മഹത്തായ ഈ കർമ്മത്തിലെ ഈ ദിനരാത്രങ്ങൾക്ക് ചില സവിശേഷതയുണ്ട്. അവ്വലുഹാ റഹ്മ, ഔസതുഹാ മഗ്ഫിറ, വആഖിറുഹാ ഇത്ഖും മിനന്നാർ. റമദാനിലെ ഒന്നാമത്തെ 10 കാരുണ്യത്തിൻ്റെതാണ്, രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെതാണ്, മൂന്നാമത്തെ 10 നരകവിമോചനത്തിൻ്റെതാണ്. ആളുകളുടെ ഒരു ധാരണയുണ്ട്, എത്ര ഗുരുത്തം കെട്ട മനുഷ്യനാണെങ്കിലും ശരി, എത്ര മോശക്കാരനാണെങ്കിലും ശരി, റമദാൻ മാസത്തിലാണ് പഹയം മരിച്ചുപോയത്, അതുകൊണ്ട് സ്വർഗം തുറന്നു വെക്കുകയും നരകം അടച്ചു വെക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹ് കുടുങ്ങിയിട്ട് ഇവനെ സ്വർഗത്തിൽ തന്നെ കൊണ്ടേയാക്കും എന്ന് കരുതി നടക്കുന്ന ആളുകളുണ്ട്. റമദാൻ മാസത്തിൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ, കാരണം നരകം അടക്കപ്പെട്ടിരിക്കുന്നു. പലരും മനസ്സിലാക്കുന്നില്ല, സ്വർഗപ്രവേശനവും നരകപ്രവേശനവും ഒക്കെ ഖിയാമത്ത് നാളിലെ മാഷറയിൽ വിചാരണ എന്ന് പറയുന്ന മഹത്തായ പ്രക്രിയയ്ക്ക് ശേഷം മാത്രമാണ് തീരുമാനിക്കപ്പെടുക എന്ന് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഒരുപാട് ആയത്തുകളെയും ഒരുപാട് ഹദീസുകളെയും ഉമ്മത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സത്യവിശ്വാസിയായ മനുഷ്യൻ
മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അവൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടാവും. നെറ്റിത്തടത്തിൽ വിയർപ്പോടുകൂടിയായിരിക്കും വിശ്വാസി മരിക്കുക. അപ്പോൾ ആളുകളുടെയൊക്കെ ചില ധാരണ, വിശ്വാസിയായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അങ്ങനെ നെറ്റിയിൽ അങ്ങനെ വിയർപ്പ് അങ്ങനെ പൊടിഞ്ഞു വരും. എത്ര ശക്തമായ AC-ൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴും അവൻ വിയർക്കും. എന്തുകൊണ്ടാണ്? റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല ഹദീസിൻ്റെ അർത്ഥം. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രബോധകൻ എന്ന് പറയുന്ന വികാരം ഹൃദയത്തിൽ ആവഹിച്ചുകൊണ്ട് ലോകത്ത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രയോഗവൽക്കരണത്തിന് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വിശ്വാസിയെ മലക്കുൽ മൗത്ത് പിടികൂടുക എന്ന പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചത്. ഇതേപോലെ ഖുർആനും സുന്നത്തും ആലങ്കാരികമായി പഠിപ്പിച്ച പലതും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് പല നല്ല നന്മകളും നമുക്ക് നഷ്ടപ്പെടാൻ കാരണം. റമദാൻ മാസമായി കഴിഞ്ഞാൽ ഒന്നാമത്തെ 10 അവൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും കാരുണ്യം നേടിയെടുക്കും എന്ന ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. രണ്ടാമത്തെ 10 അവൻ്റെ മേൽ പാപമോചനം എന്നത് സംഭവിച്ചു പോകുമെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അവസാനത്തെ 10 നരകവിമുക്തി അവൻ നേടിയെടുക്കുമെന്ന് കരുതി പോവുകയാണ്. ഒരിക്കലും സംഭവിക്കുകയില്ല. നമ്മളായി വരുത്തി തീർക്കേണ്ടുന്ന, നമുക്ക് നിശ്ചയിച്ചു തന്ന ടാർജറ്റുകളാണ് ഈ 3 10കളിലെ ഈ 3 സവിശേഷമായ ഈ സ്വഭാവ ഗുണങ്ങൾ. ഒന്നാമത്തെ 10 വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ 10 ജുസ് പാരായണം ചെയ്ത് ആ പാരായണം ചെയ്ത സൂക്തങ്ങളിലെ ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയെടുക്കാൻ സാധിച്ചേക്കാം. രണ്ടാമത്തെ 10 വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ ജുസിലെ മുഴുവൻ ഭാഗങ്ങളും ഓതി പാരായണം ചെയ്ത് അതിൻ്റെ ആശയം ഗ്രഹിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ അവനൊരു വേള മഗ്ഫിറത്ത് എന്ന് പറയുന്ന മഹത്തായ ആ സംഗതി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മൂന്നാമത്തെ 10 വിശുദ്ധ ഖുർആനിലെ ബാക്കി 10 ജുസ് കൂടി പാരായണം ചെയ്ത് അതിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നരകവിമുക്തിയും സ്വർഗപ്രവേശനവും നേടിയെടുക്കാൻ സാധിച്ചേക്കാം എന്ന് മാത്രമാണ് ഈ ഹദീസുകളുടെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 ഈ ഗുണങ്ങൾ നേടിയെടുത്ത് ഖുർആനിൻ്റെ പ്രബോധകനായി മാറി ഒരു പുതിയ തീരുമാനത്തിൻ്റെ അടയാളം എന്ന നിലക്ക് പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹിലേക്ക് പോകുന്ന ആ മഹത്തായ ചിത്രം ഈ സന്ദർഭത്തിൽ എൻ്റെ നിങ്ങളുടെയും മനസ്സിലുണ്ടാവണം. പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്, ഒരു അടയാളമാണ്. അതൊരു പുതിയ തീരുമാനത്തിൻ്റെ അടയാളമാണ്. കഴിഞ്ഞ ഷഅബാൻ മാസത്തിൽ എനിക്ക് പല അവകാശികളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഷഅബാൻ മാസത്തിൽ ഞാൻ പലരോടും ചില പ്രതിജ്ഞകൾ എടുത്തിരുന്നു. കഴിഞ്ഞ ഷഅബാൻ മാസത്തിൽ ഒരുപാട് പാർട്ടികളിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തിരുന്നു. കഴിഞ്ഞ ഷഅബാൻ മാസത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിത ദൗത്യം പലതുമായിരുന്നു. എൻ്റെ ജീവിത ലക്ഷ്യം സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ഒക്കെ ലോകം പടുത്തുയർത്തലായിരുന്നു. എന്നാൽ ഈ റമദാൻ മാസത്തോടുകൂടി ഖുർആൻ എനിക്ക് നൽകിയ ചില തിരിച്ചറിവുണ്ട്. എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല എന്നും എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പുതിയ ലോകത്തിനു വേണ്ടി പണിയെടുക്കേണ്ടവനാണ് എന്ന തീരുമാനത്തിൻ്റെ, പുത്തൻ തീരുമാനത്തിൻ്റെ അടയാളമായിക്കൊണ്ടാണ് ആ ഡ്രസ്സ് അവൻ ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഖുർആനിൻ്റെ പ്രബോധകനായി മാറുവാൻ റമദാൻ മാസത്തിൽ വിശ്വാസി അവൻ്റെ മനസ്സിനെ മെരുക്കണം. അതിന് ചില മാർഗങ്ങൾ കൂടി ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുജാഹദ, മുഹാസബ, അത്തൂബ വൽ ഇസ്തിഗ്ഫാർ. മനസ്സംസ്കരണത്തിന്, ഹൃദയത്തെ സംസ്കരിച്ചെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും മുമ്പിൽ വെച്ച് തന്നിരിക്കുന്ന മാർഗങ്ങളാണ് മുജാഹദ. സ്വന്തം മനസ്സിനെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വികാരങ്ങൾക്കനുസരിച്ച് കൊണ്ട് പരുവപ്പെടുത്തിയെടുക്കുവാൻ മനസ്സിനോട് നടത്തുന്ന ശക്തമായ പോരാട്ടം. രണ്ടാമത്തത് മുഹാസബ, ആത്മവിചാരണ. മൂന്നാമത്തത് അത്തൂബ വൽ ഇസ്തിഗ്ഫാർ, പശ്ചാത്താപവും അള്ളാഹുവിലേക്കുള്ള പാപമോചനത്തിന് ഇരക്കലും. ഇത് മൂന്നും റമദാൻ മാസത്തിൽ നടക്കേണ്ടതുണ്ട്. മുജാഹദ തന്നെയാണ് നോമ്പ്. മുജാഹദയുടെ പ്രായോഗിക രൂപമാണ് നോമ്പ്. സ്വന്തം മനസ്സിനെ അള്ളാഹുവിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മെരുക്കിയെടുക്കുക. ഹലാലായ സ്വാദിഷ്ടമായ ഭക്ഷണം എൻ്റെ മുമ്പിലുണ്ടായിട്ടും അത് ഞാൻ കഴിക്കുകയില്ല, അള്ളാഹു എന്നോട് കഴിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ മെരുക്കിയെടുക്കുക. ഹലാലായ മാർഗത്തിൽ ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ എൻ്റെ കൂടെ റൂമിൽ ഒറ്റക്കുണ്ടായിട്ട് പോലും എൻ്റെ ശരീര താല്പര്യങ്ങൾ അള്ളാഹു വിരോധിച്ചുകൊണ്ട് ഞാനൊരിക്കലും ഇവിടെ വെച്ച് പൂർത്തിയാക്കുകയില്ല എന്നൊരു വിശ്വാസി സ്വന്തം മനസ്സിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കലാണ് മുജാഹദ. മുജാഹദയാണ് നോമ്പ്. മനസ്സിനെ മെരുക്കിയെടുക്കലാണ് നോമ്പ്. മുഹാസബ, രണ്ടാമത്തെ മാർഗമാണ് മുഹാസബ, ആത്മവിചാരണ. എങ്ങനെയാണ് ആത്മവിചാരണ നടത്തേണ്ടത്? ഖുർആൻ എടുത്തുകൊണ്ട് ആത്മവിചാരണ നടത്തണം. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട്, സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയാണം ചെയ്യുന്ന ഒരു കാഫിലയാണ് ഉമ്മത്ത് മുസ്ലിമ. ആരാണ് ഉമ്മത്ത് മുസ്ലിമ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി അതാണ്. സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയാണം ചെയ്യുന്ന ഒരു സംഘം. ഈ സംഘത്തിലൂടെ യാത്ര ചെയ്യുന്ന ഞാൻ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു മാസം പരിശോധിക്കുകയാണ്. എൻ്റെ കയ്യിൽ എന്താണുള്ളത്? എൻ്റെ കൂടെയുള്ളവരുടെ കയ്യിലൊക്കെ പലതുമുണ്ട്. അവരൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. അവരാളുകൾക്ക് ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് പല ആളുകളും ഷഹാദത്തിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അവരല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്.
അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ആഴ്ചയിലൊരിക്കൽ ഒരിടത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരൊക്കെ കൂട്ടത്തിൽ തന്നെയാണോ ഞാനും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവനാണോ? ഞാനും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അക്ഷരങ്ങൾക്ക് ജീവിതം കൊണ്ട് അർത്ഥം പകരുന്നവനാണോ എന്ന ആത്മപരിശോധന ഖുർആനിൻ്റെ ആയത്തുകൾ മുമ്പിൽ വെച്ചുകൊണ്ട്, ഖുർആനാകുന്ന കണ്ണാടിയിൽ ജീവിതത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ കണ്ണാടിയിൽ മാറ്റി നോക്കുന്ന, സ്റ്റോക്കെടുപ്പ് നടത്തുന്ന ഈ കച്ചവടത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു, ടേൺ ഓവറും സ്റ്റോക്കും തമ്മിലുള്ള ബന്ധമെത്രേ എന്ന പരിശോധന നടത്തലാണ് റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാന ദിനരാത്രങ്ങളിലൂടെ നടക്കേണ്ട മറ്റൊരു കാര്യം. അത്തൗബ വൽ ഇസ്തിഗ്ഫാർ. മൂന്നാമത്തെ കാര്യം പശ്ചാത്തപിച്ച് മടങ്ങലാണ്. പശ്ചാത്താപത്തെ സംബന്ധിച്ച്, തൗബയെ സംബന്ധിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന് ഒരു ധാരണയുണ്ട്. തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് അള്ളാഹുലേക്ക് തിരിയുക. ഇതാണ് തൗബയെ സംബന്ധിച്ച സങ്കല്പം. മഹാനായ ഡോക്ടർ യൂസുഫ് അൽ ഖർളാവിയുടെ അത്തൗബത്തു ഇലല്ലാഹ് എന്ന് പറയുന്ന പുസ്തകത്തിൽ മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്ന തൗബയെ സംബന്ധിച്ച വികലമായ ധാരണ, അല്ലെങ്കിൽ തൗബയെ സംബന്ധിച്ച ധാരണയിലെ ചില വൈകല്യങ്ങളെ അദ്ദേഹം തുറന്നു കാട്ടുന്നു. വലൈസത്തി തൗബത്തു മിൻ ഫഇലി സയ്യിആതി ഫഖത്ത് കമാ യളുന്നു കസീറു മിനൻ നാസ്. അധിക ആളുടെയും ധാരണ പോലെയല്ല തൗബ എന്ന് പറയുന്നത്. പലരും ധരിച്ചു വെച്ച തൗബ എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അല്ലാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങലാണ് തൗബ എന്നതാണ് പലരുടെയും ധാരണ. അതല്ല തൗബ എന്ന് ഡോക്ടർ യൂസുഫ് ഖർളാവി സൂചിപ്പിക്കുന്നു. വലാ യതസവ്വറൂന തൗബ ഇല്ലാ അമ്മാ യഫ്അലുൽ അബ്ദു മിനൽ ഫവാഹിഷ് വൽ മലാലിം. ചെയ്തു പോയ അശ്ലീലമായ പ്രവർത്തികൾ, കുറ്റകൃത്യങ്ങൾ, അതിൽ നിന്നൊക്കെയുള്ള മടക്കം. ഇതാണ് പലരുടെയും ധാരണ അനുസരിച്ച് തൗബ എന്ന് പറയുന്നത്. ബലി തൗബത്തു മിൻ തർക്കിൽ ഹസനാത്തിൽ മഅ്മൂരി ബിഹാ അഹമ്മു മിന തൗബത്തു മിൻ ഫഇലി സയ്യിആത്തിൽ മൻഹിയ അൻഹാ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുക എന്ന് പറയുന്ന തൗബ, അത് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ട തൗബ തന്നെയാണ്. പക്ഷെ അതിനേക്കാളും വലിയ തൗബ, അതിനേക്കാൾ മഹത്തായ തൗബ, നമ്മെ ഏൽപ്പിച്ച ഇസ്ലാമികമായ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നമ്മൾ ഓരോരുത്തരും നടത്തിയിട്ടുള്ള വീഴ്ചയുടെ വിഷയത്തിലുള്ള തൗബയാണ്. ഇന്നലെ വരെയുള്ള, ഈ മാസം വരെയുള്ള എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനും ദീനിനും ഖുർആനിനും സുന്നത്തിനും നൽകിയ ഇടമുണ്ടല്ലോ, അത് വളരെ ചുരുങ്ങിയ പരിമിതമായ മേഖലയായിരുന്നു. അതിൽ നിന്ന് മാറി ഇനി അല്ലാഹു റബ്ബുന മുഹമ്മദുൻ സഈമുന വൽ ഖുർആനു ദസ്തൂറുന. അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ് എൻ്റെ ലീഡർ. മതപരമായ മേഖലയിലും രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക മേഖലയിലും എന്നെ നയിക്കുവാൻ ഞാൻ മുമ്പിൽ നിർത്തുന്ന എൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. വൽ ഖുർആനു ദസ്തൂറുന. വിശുദ്ധ ഖുർആനാണ് എൻ്റെ ഭരണഘടന എന്ന് പ്രഖ്യാപിക്കുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഈ പണിക്കാണ് തൗബ എന്ന് പറയുക. ഇതാണ് തൗബ എന്ന് പറയുക. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനവും സംസ്ഥാപനവും ചുമതലയേൽപ്പിക്കപ്പെട്ട, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫയായി അമാനത്ത് നിർവഹിക്കണം എന്ന് ചുമതലയേൽപ്പിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറി സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു, സ്വന്തം സുഖത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാസികളായ നാം ഇവിടെ വന്നുകൊണ്ട് ഈ ചൂടിൽ പ്രയാസപ്പെടുന്ന എന്തിനാ? ഉപജീവനത്തിന് വേണ്ടി, കുടുംബത്തെ പോറ്റാൻ വേണ്ടി. അതിനപ്പുറം വേറെ ലക്ഷ്യങ്ങളൊന്നും നമുക്കില്ല. യഥാർത്ഥത്തിൽ നമ്മൾ തൗബ ചെയ്യേണ്ടത് അവിടെ നിന്നാ. ഞാൻ പ്രയാസപ്പെടുന്നത്, ഞാൻ കഷ്ടപ്പെടുന്നത് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ഖലീഫയായി ജീവിക്കുവാൻ അള്ളാഹു എന്നെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എനിക്ക് തിന്നാൻ, എനിക്ക് കുടിക്കാൻ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ, എനിക്ക് രാപ്പാർക്കാൻ ഒരു വീടും ഭക്ഷണ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ഒരു സൈഡ് ബിസിനസ് എന്ന നിലക്ക് ഞാൻ ജോലി ചെയ്യുന്നു. ഒരു സൈഡ് ബിസിനസ് എന്ന നിലക്കാണ് എൻ്റെ ജോലി. പലരുടെയും ധാരണ ഈ ജോലിയാണ് എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബോസിനെ തൃപ്തിപ്പെടുത്തലാണ് എൻ്റെ ലക്ഷ്യം. അള്ളാഹിനെ തൃപ്തിപ്പെടുത്തലും ദീനി ഉത്തരവാദിത്തം നിർവഹിക്കലൊക്കെ പിന്നെ. അതൊക്കെ നിർവഹിക്കുന്ന ബോസിന് ഇഷ്ടമല്ലെങ്കിൽ അത് നിർത്തിവെക്കുക. എന്നിട്ട് ജോലി ചെയ്യുക, റിയാലുകൾ നേടുക, മണിമാളിക സൗധങ്ങൾ പടുത്തുയർത്തുക, അതിൽ അഭിരമിക്കുക. ഇതാണ് ലക്ഷ്യമെന്നുമുള്ള ആ തീരുമാനത്തിൽ നിന്ന്, ജീവിത വീക്ഷണത്തിൽ നിന്നുള്ള തൗബയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൗബ എന്നാണ് ഡോക്ടർ യൂസുഫ് അൽ ഖർളാവി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തൗബയാണ് ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. തെറ്റുകുറ്റങ്ങൾ എന്നുള്ള തൗബ പ്രധാനപ്പെട്ട തൗബ തന്നെയാണ്. എന്താണ് ഏറ്റവും വലിയ തെറ്റ്? ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. പിന്നെ നമ്മൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യണം. അന്നദാമത്ത്, ഖേദം ഉണ്ടാവണം. ഈ കണ്ട കാലം വരെ ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് അള്ളാഹിൻ്റെ ദീനു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന ഖേദം, ആ ഖേദം തൗബ ചെയ്യാൻ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് അൽ ഇഖ്ലാഉ അനിൽ മഅസിയ്യ. തൗബയുടെ രണ്ടാമത്തെ നിബന്ധനയാണ് തെറ്റിൽ നിന്ന് പിന്മാറുക. അള്ളാഹുവിൻ്റെ ദീനിനെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പുതിയ ജീവിതത്തിന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതുവരെയുള്ള പാർട്ടികളെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും, അതുവരെയുള്ള കൂട്ടുകാരെ ഞാൻ കൈയൊഴിയേണ്ടി വരും, അതുവരെയുള്ള ജീവിത സംസ്കാരത്തെ ഞാൻ പാടെ വർജിക്കേണ്ടി വരും. ആ വർജനത്തിനാണ് തൗബ എന്ന് പറയുക.
ആ വർജനത്തിന് ഉപേക്ഷിക്കലിനുമാണ് തൗബ എന്ന് പറയുക, ആ ത്യാഗത്തിനാണ് തൗബ എന്ന് പറയുക. മൂന്നാമത്തെ നിബന്ധന അൽ അസ്മു അല്ലാ യഊദ ഇലൽ മാസിയത്തി അബദ. ഈ കുറ്റത്തിലേക്ക്, തെറ്റിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു പോകുകയില്ല, ഈ തെറ്റിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു പോകുകയില്ല എന്ന ശക്തമായ ദൃഢമായ ഒരു തീരുമാനമാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറ്റൊരാൾക്കും ഇടപെടൽ അനുവദിക്കുകയില്ല. ഹജ്ജിന് പോകുന്ന ഹാജി ഹജറുൽ അസ്വദിൽ തൊട്ടോ, ഹജറുൽ അസ്വദിൽ ചുംബിച്ചോ, ഹജറുൽ അസ്വദിന് നേരെ കൈ ഉയർത്തിക്കൊണ്ടോ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅ ലിസുന്നതി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, നിന്റെ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ഞാനിതാ ഹജ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ കൈയിൻ്റെ പ്രതീകമായാണ് എന്ന് പറയപ്പെടുന്ന ആ ഹജറുൽ അസ്വദിൽ കൈ ഉയർത്തിക്കൊണ്ട്, കൈ തൊട്ടുകൊണ്ട്, ചുംബിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ട് അള്ളാഹുവോട് കരാറെടുത്തിട്ട് നാട്ടിൽ പോയിട്ട് പിന്നെയും നമ്മുടെ ജീവിതം പഴയതുപോലെയാണെങ്കിൽ നഷ്ടം ദുനിയാവിലും ആഖിറത്തിലുമാണ് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടത് മഹത്തായ ഇസ്ലാമികമായ ഖുർആനികമായ ഒരു വ്യക്തിത്വത്തിലേക്കാണ്. ഷവ്വാൽ അമ്പിളി ചക്രവാള സീമയിൽ കാണുമ്പോൾ നമ്മൾ നടത്തുന്ന തക്ബീർ പ്രഖ്യാപനമുണ്ടല്ലോ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അതൊരു വല്ലാത്ത പ്രഖ്യാപനമാണ്. പൈശാചിക പ്രവണതകളെ, പിശാചിൻ്റെ പൈശാചികമായ മോഹങ്ങളെ അതിജയിക്കുകയും പിശാചിൻ്റെ പ്രലോഭനങ്ങളെ എതിർത്തു തോൽപ്പിക്കുകയും ചെയ്തതിൻ്റെ സന്തോഷ പ്രഖ്യാപനം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്ലീസിനെ തോൽപ്പിച്ചു, അല്ലാഹു വിജയിച്ചു. അല്ലാഹുവാണ് വലുത്, ഇബ്ലീസ് അല്ല വലുത്. ഇബ്ലീസിന്റെ പ്രലോഭനങ്ങളെ ഞാൻ തകർത്തു, അൽഹംദുലില്ലാ. ഇതാണ് ഷവ്വാൽ മാസത്തിൽ അമ്പിളി കാണുമ്പോൾ വിശ്വാസികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഈ മഹത്തായ മുദ്രാവാക്യം. വിശ്വാസികൾക്ക് റമദാൻ മാസത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കേണ്ടത് ഖുർആനാണ് പരിഹാരം, ഇസ്ലാമാണ് പരിഹാരം. ദുനിയാവ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരം ഖുർആനാണ്, സുന്നത്താണ് എന്ന് പറയാനുള്ള ആത്മധൈര്യം മാത്രമാണ്. ആത്മധൈര്യം ഇന്ന് മുസ്ലിം സമൂഹത്തിന് അതില്ല. ഇസ്ലാമാണ് പരിഹാരം, ഖുർആനാണ് പരിഹാരം. വിലക്കയറ്റം കൊണ്ട് പെടാപാട് പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ നാം, വിലക്കയറ്റത്തിന്റെ പ്രയാസങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ നാട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ, സ്വാർത്ഥംബരികളായ ബിസിനസ്സുകാർ, ഊഹക്കച്ചവടക്കാർ വിപണികളെ മുറുക്കി പിടിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവിഭവങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പൂഴ്ത്തി വെച്ചുകൊണ്ട് കൃത്രിമമായ വിലക്കയറ്റമുണ്ടാക്കി പണപ്പെരുപ്പമുണ്ടാക്കിക്കൊണ്ട് ലോകത്തെ മനുഷ്യ ജീവിതത്തെ മുഴുവൻ നരകതുല്യമാക്കിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിൽ എന്തുണ്ട് പരിഹാരം ചോദിക്കുമ്പോൾ ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹി അഖ്വം, വിലക്കയറ്റവും പണപ്പെരുപ്പവുമാകുന്ന ലോക മനുഷ്യ ജീവിതത്തെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ലോകഘടനയെ യഥാർത്ഥ താളത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശേഷി ഖുർആനിനുണ്ട് എന്ന് പ്രഖ്യാപിക്കുവാൻ ഷവ്വാലമ്പളി ചക്രവാള സീമയിൽ ഉദിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടായിത്തീരണം. അങ്ങനെയുള്ള ആത്മധൈര്യം അവനെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഒരു ഖൈറു ഉമ്മത്തുണ്ട്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളാൽ ഒരു ഉത്തമ സമൂഹം രൂപപ്പെടണം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്ത് ആയി മാറണം ഒരു ഉത്തമ സമൂഹം. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു ഉത്തമ സമൂഹം. അങ്ങനെയുള്ള ഉത്തമ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കലാണ് റമദാൻ മാസത്തിലൂടെ നടക്കുന്നത്. റമദാൻ മാസമായി കഴിഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും, നരക കവാടങ്ങൾ അടക്കപ്പെടും, പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടും എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുന്ന അഥവാ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ പിടിച്ചു തുറന്നു വെക്കുന്ന, തിന്മയെ വിരോധിക്കുന്ന, നരകത്തിൻ്റെ കവാടങ്ങളെ കൊട്ടിയടക്കുന്ന, യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന അഥവാ പിശാചിന് ചങ്ങലക്കിടുന്ന ഒരു സൊസൈറ്റിയെ ഈ ഭൂമിയിൽ രൂപപ്പെടുത്തുന്ന മഹത്തായ പ്രക്രിയയാണ് റമദാൻ മാസം. റമദാൻ മാസത്തിലൂടെ രൂപപ്പെടുന്നത് ഖൈറു ഉമ്മത്താണ്. നന്മയിലേക്ക് ക്ഷണിക്കുന്ന പിശാചിന്റെ പണി ലോകത്ത് അസാധ്യമാക്കുന്ന രീതിയിൽ ഖൈറിലേക്ക് ആളുകളെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, നന്മയോട് ആഭിമുഖ്യമുള്ള, തിന്മയോട് സങ്കോചമുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കലാണ് യഥാർത്ഥത്തിൽ വ്രതാനുഷ്ഠാനത്തിലൂടെ ഈ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിത്തീരേണ്ടത് എന്ന് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹത്തായ രാത്രി ഈ റമദാൻ മാസത്തിലുണ്ട്. 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. 83 വർഷം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും നന്മകൾ അനുഷ്ഠിച്ചാൽ അവന് നേടിയെടുക്കാൻ കഴിയുന്ന പുണ്യത്തിന്റെ അത്രയും ഒരൊറ്റ രാത്രിയിൽ മാത്രം നേടിയെടുക്കുവാൻ സാധിക്കുന്ന മഹത്തായ രാത്രിയുള്ള ഒരു മാസമാണ് റമദാൻ മാസം. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ കൊണ്ടുവന്ന് നൽകിയ വിശുദ്ധ ഖുർആനാകുന്ന ഈ മഹത്തായ അള്ളാഹുവിൻ്റെ
കലാമുല്ലാഹിൽ മുനസ്സൽ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അൽ മുതഅബ്ബദ് ബിതിലാവത്തിഹി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്നു കൊടുത്ത അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഈ വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് അവതരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2008 ഈ സെപ്റ്റംബർ മാസത്തിലെ ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ദോഹയിൽ ഇറങ്ങാൻ പോവുകയാണ്. എന്താണ് ആ മലക്കിന്റെ ഉത്തരവാദിത്വം? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജസീറത്തുൽ അറബിലെ മക്കയിൽ അവതരണം ആരംഭിച്ച് മദീനയിൽ ഉൾപ്പെടെ പൂർത്തീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ ഭരണഘടനയായി അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ വിഭാവന ചെയ്യുന്ന ഒരു ലോകത്തിനു വേണ്ടി പണിയെടുക്കുന്നവർ ആരൊക്കെയാണ് എന്ന് വൈകുന്നേരം മുതൽ സുബിയാകുന്നതുവരെ ഭൂമിയിലുടനീളം നടന്നുകൊണ്ട് പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ഖുർആൻ കയ്യിലേന്തി ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഖുർആനിക വ്യക്തിത്വങ്ങളായ ആളുകൾക്ക് സലാം, നിങ്ങൾക്ക് സ്വർഗം, നിങ്ങൾക്ക് ദാറുസ്സലാം എന്നവരോട് സലാം പറയുകയും ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനോട് പിന്തിരിഞ്ഞു നിൽക്കുന്നവർക്ക് നാശം നാശം എന്ന് അവരോടും പറഞ്ഞുകൊണ്ട് സലാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ രാത്രി അവസാനിക്കുകയാണ്. ആകാശവും ഭൂമിയും തമ്മിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട പുക്കിൾക്കൊടി ബന്ധം ഒരിക്കൽ കൂടി വിളക്കിച്ചേർക്കുന്ന അസുലഭമായ മുഹൂർത്തമാണ് ലൈലത്തുൽ ഖദർ. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ആർക്കാ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടിയെടുക്കാൻ സാധിക്കുക? ഖുർആനിനോട് നീതി പുലർത്തിയവന് മാത്രമാണ് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടിയെടുക്കുവാൻ സാധിക്കുക എന്ന ചിന്ത നമ്മെ ഓരോരുത്തരെയും അസ്വസ്ഥതപ്പെടുത്തണം. 21 21 തർക്കിച്ച് നമുക്ക് നടക്കാം. പക്ഷെ ആർക്ക് നേടിയെടുക്കാൻ സാധിക്കും? ഖുർആനോട് നീതി പുലർത്തുന്നവർക്ക്, ഖുർആനിനെ ജീവിതത്തിന്റെ ഭരണഘടനയായി സ്വീകരിക്കുന്നവർക്ക്, ഖുർആനിൽ നിന്ന് ജീവിതത്തിന് വെളിച്ചം പകരുന്ന ആളുകൾക്ക്, ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് ലോകത്തെ അജ്ഞതയെ അന്ധകാരത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവിക പ്രകാശം കൊണ്ട് ലോകത്തെ പുനഃക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് ലൈലത്തുൽ ഖദർ നേടിയെടുക്കുവാൻ സാധിക്കുക എന്ന തിരിച്ചറിവ് ഈ സന്ദർഭത്തിൽ നമ്മെ ഓരോരുത്തരെയും അസ്വസ്ഥപ്പെടുത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, 2 ദിവസം കഴിഞ്ഞാൽ റമളാൻ മാസം സമാഗതമാകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഉഅതിയത്ത് ഉമ്മത്തി ഫീ ശഹ്രി റമളാൻ ഖംസൻ ലം യുഅതഉന്ന നബിയ്യുൻ ഖബ്ലി. എൻ്റെ ഉമ്മത്തിന് മറ്റ് ഉമ്മത്തുകൾക്കൊന്നും നൽകിയിട്ടില്ലാത്ത, മറ്റ് നബിമാർക്കൊന്നും നൽകപ്പെട്ടിട്ടില്ലാത്ത 5 കാര്യങ്ങൾ റമളാൻ മാസത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫൈന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ നളറല്ലാഹു ഇലൈഹിം. റമളാൻ മാസത്തിലെ 1-ാമത്തെ ദിവസം, 1-ാമത്തെ രാത്രി, ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിലേക്ക്, സൃഷ്ടികളിലേക്ക് നോക്കും. വമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. അള്ളാഹുവിൻ്റെ ഈ തിരുനോട്ടത്തിന് വിധേയരായവരുണ്ടല്ലോ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള തീരുമാനമെടുക്കും. അള്ളാഹുവിൻ്റെ തിരുനോട്ടം അത് റമളാൻ്റെ 1-ാമത്തെ രാത്രിയാണ്. നമ്മൾ പലപ്പോഴും അവഗണിക്കാറുള്ള 1-ാമത്തെ രാത്രി. 1-ാമത്തെ ദിവസത്തെ തറാവീഹ് നമ്മൾ നഷ്ടപ്പെടുത്താറാണ് പതിവ്. സംശയമുള്ളത് കൊണ്ട് ചിലപ്പോൾ പള്ളിയിലൊന്നും പോകില്ല, വീട്ടിൽ നമസ്കരിക്കില്ല. അള്ളാഹുവിൻ്റെ തിരുനോട്ടം, ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ റമളാൻ മാസത്തിലെ 1-ാമത്തെ രാത്രിയിൽ അള്ളാഹു നരകത്തിലേക്ക് അങ്ങാനും നോക്കുമായിരുന്നെങ്കിൽ മുഴുവൻ നരകത്തിന്റെ അവകാശികളെയും അള്ളാഹു മോചിപ്പിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങോട്ട് നോക്കൂല എന്നതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന്. ആ അള്ളാഹുവിൻ്റെ തിരനോട്ടത്തിന് ഈ റമളാൻ മാസത്തിലെ 1-ാമത്തെ രാത്രിയിൽ നമുക്ക് അവസരമുണ്ടാകുവാനുള്ള ശ്രമം ഞാനും നിങ്ങളും ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ എടുക്കണം. 2-ാമത്തെ കാര്യം, ഫൈന്ന ഖലൂഫി അഫ്വായിഹിം അത്യബു ഇൻദല്ലാഹി മിൻ റീഹൽ മിസ്ക്. വിശ്വാസിയുടെ വായിൽ നിന്ന്, നോമ്പനുഷ്ഠിക്കുന്ന നോമ്പുകാരൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഗന്ധം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഒരു കാര്യമായി അള്ളാഹു പരിഗണിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഉമ്മത്തിൻ്റെ സവിശേഷത. പലരും ഹദീസിനെ തെറ്റിദ്ധരിച്ചിട്ട് പല്ല് തേക്കാതെ നടക്കലാണ്. ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ വിശദീകരിക്കുന്നത് 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ ആമാശയത്തിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ചെന്നിട്ടില്ലെങ്കിൽ ആമാശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അന്നനാളത്തിലൂടെ വായിലൂടെ പുറത്തു വരുന്ന ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. അതാണ് ഖലൂഫ്. വായനാറ്റമല്ല. പല്ല് തേക്കാതെ മുഖം കഴുകാതെ നടന്നുകൊണ്ട് വായ മണപ്പിച്ച് നടക്കുന്ന ഒരു കുളിക്കാത്ത വൃത്തികെട്ട ഒരു സങ്കല്പമുണ്ടല്ലോ, അതല്ല ഈ പറയുന്നത്. മറിച്ച് ഖലൂഫ്, വിശ്വാസി 13 മണിക്കൂറുകൾ സമയത്തോളം അവൻ്റെ ആമാശയത്തിലേക്ക് ഒന്നും ഇറക്കാത്തതുകൊണ്ട് ആമാശയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വായയിലൂടെ പുറത്തു വരുന്ന നോമ്പുകാരൻ്റെ വായയിലെ ആ സ്മെല്ല് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഒരു കാര്യമായി അള്ളാഹു പരിഗണിച്ചിരിക്കുന്നു. 3-ാമത്തെ കാര്യം, ഫൈനൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. ഓരോ രാത്രിയും പകലും അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു നോമ്പുകാർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. 4-ാമത്തെ കാര്യം, ഫൈനല്ലാഹു തആല യഉമറു ജന്നതഹു ഫയഖൂലു ലഹാ ഇസ്തഅദ്ദി വതസയ്യനി ലിഇബാദി ഔശകു അൻ യസ്തരിഹു മിൻ തഅബിദ് ദുനിയ ഇലാ ദാരി വ കറാമതി. സ്വർഗമേ, നീ അലങ്കാരമണിയുക, നീ ഒരുങ്ങി തയ്യാറാവുക,
എൻ്റെ അടിമകൾ ദുനിയാവിൽ നടത്തിയ എൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് കൊണ്ടുള്ള പരിശ്രമത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിശ്രമിക്കാൻ അവരിതാ വരാറായിരിക്കുന്നു. ഈ ലോകത്ത് പരിശ്രമം, പരലോകത്ത് പോയിട്ട് വിശ്രമം. ഇതാണ് വിശ്വാസിയുടെ മുദ്രാവാക്യം. ദുനിയാവിൽ പരിശ്രമിച്ച് ആഖിറത്തിൽ ഇതാ വിശ്രമിക്കാൻ വേണ്ടി വരുന്ന എൻ്റെ അടിയാറുകൾക്ക് വേണ്ടി സ്വർഗമേ നീ സജ്ജമാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് പറയും. അഞ്ചാമത്തെ കാര്യം, ഫൈന്നഹു ഇദാ കാന ആഖിറു ലൈലത്തിൻ ഗഫറ ലഹും ജമീഅ ഫഖാൽ റജുലുൻ മിനൽ ഖൗമി അഹിയ ലൈലത്തുൽ ഖദർ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ റമദാൻ മാസത്തിലെ അവസാനത്തെ രാത്രിയുണ്ട്. ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരുടെ കൂലി മുഴുവൻ വിതരണം നടത്തും. സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അത് ലൈലത്തുൽ ഖദറാണോ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അലം തറ ഇലൽ ഉമ്മാൽ യഅമലൂന ഫൈദാ ഫറഗൂ മിൻ അഅമാലിഹിം വഫൂ ഉജൂറഹും. ജോലിക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ ജോലി എടുത്തു കഴിഞ്ഞ് ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ആ കൂലി കൊടുക്കുക. റമദാൻ മാസം 29 ആണെങ്കിൽ 29 നോമ്പും കഴിഞ്ഞന്ന് രാത്രി, റമദാൻ മാസം 30 ഉണ്ടെങ്കിൽ 30 കഴിഞ്ഞ അന്ന് രാത്രി, അന്നാ കൂലി കൊടുക്കുക. 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസവും ഒന്ന് ഒപ്പിട്ടുകൊണ്ട് ജോലി ചെയ്തിരുന്ന മനുഷ്യൻ ശമ്പളം കൊടുക്കുന്ന സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യാതെ വരാതിരുന്നാൽ അവന് ശമ്പളം നഷ്ടപ്പെടുന്നത് പോലെ വിശ്വാസികളായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് അവസാനത്തെ രാത്രി. പലപ്പോഴും റമദാനിലെ 1-ാമത്തെ 10 കഴിയുമ്പോഴേക്ക് 2-ാമത്തെ 10-ലേക്കാകുമ്പോഴേക്ക് ഒന്നുകൂടി ലൂസായി, 3-ാമത്തെ 10 വല്ലാതെ ലൂസായി, തറാവിഹിനെ കാളെ കുറഞ്ഞ് പെരുന്നാൾ ഡ്രസ് എടുക്കാനുള്ള ബഹളങ്ങളിലാണ് നമ്മൾ ഉണ്ടായിത്തീരാറ്. സംഭവിക്കാൻ പാടില്ല. 1-ാമത്തെ രാത്രിയും അവസാനത്തെ രാത്രിയും എത്ര വലിയ മഹത്തരങ്ങളായ രാത്രികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഈ റമദാൻ മാസത്തിലെ രാത്രികളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം ഈ സന്ദർഭത്തിൽ നമ്മൾ എടുത്തേ പറ്റൂ. മഹാനായ യൂസുഫ് ഖർളാവി മുസ്ലിം ലോകത്തിന്റെ പെരുന്നാൾ ദിവസത്തിൽ നൽകുന്ന ഒരു സന്ദേശം കൂടി കൈമാറിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂനു റബ്ബാനിയീൻ വലാ തകൂനു റമദാനിയീൻ. കൂനു റബ്ബാനിയീൻ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെയും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും ജീവിതത്തിന്റെ വർണ്ണം സ്വീകരിച്ച റബ്ബാനികളായ ദൈവോത്മുഖരായ ദൈവദാസന്മാരായി നിങ്ങൾ മാറണം. വലാ തകൂനു റമദാനിയീൻ, റമദാൻ സ്പെഷ്യൽ പാർട്ടിക്കാരായി, റമദാനിലൊരു നിസ്കാരം, റമദാനിലൊരു ഖിറാഅത്ത്, റമദാനിൽ കുറച്ച് ശ്രദ്ധ, അത് കഴിഞ്ഞാൽ പഴയ പോലെ ആവാൻ പാടില്ല. നിങ്ങൾ റബ്ബാനികളായി മാറണം, റമദാനികളായി മാറരുത്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേടാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നഷ്ടമാകുന്ന ആയുസ്സിൽ അനശ്വര നേട്ടങ്ങൾക്കുള്ള കരുത്തു പകരാൻ നേരറിവിന്റെ നിറുനില വെട്ടവുമായി സർഗ ക്രിയേഷൻസ്, ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ, മൻസൂറ, ദോഹ, ഖത്തർ. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലെ ആധുനിക സങ്കേതങ്ങളെ അതിനൂതന രീതിയിൽ ഉപയുക്തമാക്കിക്കൊണ്ട് നേരറിവിന്റെ സത്യസാക്ഷ്യങ്ങൾ നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു സർഗ ക്രിയേഷൻസ്, ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ, മൻസൂറ, ദോഹ, ഖത്തർ.